ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. മക്കളെ, കമ്പനി ബോർഡ് LGSന്റെ 14ാമത്തെ ദിവസത്തെ ക്ലാസ് ആണ് നമ്മുടെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, അതായത് മൗലിക അവകാശങ്ങൾ. മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ചോദ്യങ്ങളും SCRT ഫാക്റ്റുകളുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. SCRTയിൽ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ ആണ്. കൂടാതെ ലക്ഷ്മികാന്തിൻ്റെ ഇന്ത്യൻ പൊളിറ്റിയും ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് നോട്ടുകളുമാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ക്ലാസ്സിൻ്റെ ലെങ്ത് അല്പം കൂടുതലായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് വരാനിരിക്കുന്ന എല്ലാ എക്സാമുകൾക്കും ഉപകാരപ്രദമാകുന്ന തരത്തിൽ തന്നെയാണ് ഈ ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് മക്കളെ മൊത്തമായി കാണുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ക്ലാസ് കണ്ടു കഴിഞ്ഞാലുടൻ ഇതിൻ്റെ PDF നോട്ട് നമ്മുടെ ടെലഗ്രാമിലുണ്ടാകും, അതൊന്ന് വായിക്കുക. അതിനുശേഷം വൈകിട്ട് 9 മണിക്ക് ക്വസ്റ്റ്യൻ പോൾ ഉണ്ടാകും, അതിൽ കൂടി അറ്റൻഡ് ചെയ്താൽ പക്ക റിവിഷൻ കൂടി ഇവിടെ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ പ്രത്യേകിച്ച് സമയം കളയാതെ തന്നെ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് SCRTയിലെ 5ാമത്തെ ചാപ്റ്റർ ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ചാപ്റ്റർ, ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്നതാണ് ഈ ഒരു ചാപ്റ്റർ. 5ാമത്തെ ചാപ്റ്ററിന്റെ ഹെഡ്ലൈൻ എന്ന് പറയുന്നത് ഇവിടെ ആദ്യം തന്നെ നമുക്ക് കാണാം, ഡോക്ടർ BR അംബേദ്കർ ആണിത്. അപ്പോൾ ഡോക്ടർ BR അംബേദ്കർ 1949 നവംബർ 25 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ പ്രസംഗിച്ച ഒരു കൊട്ടേഷനാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. സമത്വത്തിന്റെ അഭാവത്തിൽ സ്വാതന്ത്ര്യം അനേകരുടെ മേൽ ചുരുക്കം ചിലരുടെ ആധിപത്യം സൃഷ്ടിക്കും. സ്വാതന്ത്ര്യത്തിന്റെ അഭാവത്തിലുള്ള സമത്വം വ്യക്തി മുന്നേറ്റങ്ങളെ ഹനിക്കും. സാഹോദര്യത്തിന്റെ അഭാവത്തിൽ സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും സ്വാഭാവികത കൈവരിക്കാൻ കഴിയില്ല. ഇതാണ് ഈ കൊട്ടേഷൻ എന്ന് പറയുന്നത്. PSC എക്സാമുകളിൽ തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെയുള്ള കൊട്ടേഷനുകൾ പ്രതീക്ഷിക്കാം. അത് ആരുടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഡോക്ടർ BR അംബേദ്കറിന്റെ കൊട്ടേഷൻ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇതിനകത്ത് മെയിൻ ആയിട്ട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ സമത്വത്തെക്കുറിച്ചും, 2 സ്വാതന്ത്ര്യത്തെക്കുറിച്ചും, 3 സാഹോദര്യത്തെക്കുറിച്ചുമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഇത് മൂന്നുമാണ് ഇതിൽ പറയുന്നത്. ഈ 3 തത്വങ്ങളും ഒരുമിച്ചു നിന്നാൽ മാത്രമാണ് ഒരു സാമൂഹിക ജനാധിപത്യം യാഥാർത്ഥ്യമാവുകയുള്ളൂ എന്നാണ് ഡോക്ടർ BR അംബേദ്കർ ഈ ഒരു കൊട്ടേഷനിലൂടെ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ 3 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട്. അതായത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഇത് 3ഉം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു നല്ല ജനാധിപത്യം യാഥാർത്ഥ്യമാവുകയുള്ളൂ എന്നാണ് ഡോക്ടർ BR അംബേദ്കർ ഈ ഒരു കൊട്ടേഷനിലൂടെ പറയുന്നത്. അപ്പൊ അതൊന്ന് ഓർത്തു വെച്ചോ. ഈ കൊട്ടേഷൻ ആരുടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെയാണ്? ഡോക്ടർ BR അംബേദ്കറുടെ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇതെന്നാണ് അദ്ദേഹം പറഞ്ഞതെന്ന് ചോദിച്ചാൽ നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർ 1949 നവംബർ 25, ശ്രദ്ധിക്കുക, 1949 നവംബർ 25 ഭരണഘടനാ നിർമ്മാണ സഭയിൽ നടത്തിയ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗമാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. സമത്വത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും പ്രാധാന്യത്തെയാണ് അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇത് 3ഉം ഇല്ലാതെ നമുക്ക് എന്തില്ല, ഒരു ജനാധിപത്യം സാധ്യമാവുകയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ള ഭരണഘടനാ നിർമ്മാണ സഭയെ കുറിച്ചാണ്. അതായത് 1946 ഡിസംബർ 6, മക്കളെ ശ്രദ്ധിക്കുക, മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. എന്നാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1946 ഡിസംബർ 6. എഴുതി പഠിച്ചു വച്ചോ മക്കളെ, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു മാർക്ക് ഇവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത് എന്നാണ് എന്ന് ചോദിച്ചാൽ 1946 ഡിസംബർ 6. ഓക്കെ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു സഭയുടെ അധ്യക്ഷൻ. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു 3 പ്രധാന ഉപസമിതികളുടെ അധ്യക്ഷനുമായിരുന്നു. രൂപീകരണ വേളയിൽ, ശ്രദ്ധിക്കുക, രൂപീകരണ വേളയിൽ, ഓക്കെ, അപ്പൊ രൂപീകരണ വേളയിൽ ആകെ എത്ര പേരാണ് ഇവിടെ ഉണ്ടായിരുന്നത് അംഗങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാ? 389. എത്രയാണ് മക്കളെ? 389. അതായത് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായപ്പോൾ എത്ര പേരാണ് അതിൽ ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാ? 389 പേരാന്നുള്ളത് ഓർക്കുക. ഓക്കെ, അംഗങ്ങൾ ഉണ്ടായിരുന്നു സഭ. ഓക്കെ, 1947 സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം 299 അംഗങ്ങളായി പുനഃസ്ഥാപിക്കപ്പെട്ടു. അപ്പൊ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി നിലവിൽ വന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
1946 ഡിസംബർ 6 നിലവിൽ വന്നത്. ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നു. അതേപോലെ അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ സ്ഥിരം അധ്യക്ഷനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാന്നുള്ളത് ഒന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി അതേപോലെ തന്നെ എന്താണ്, പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു 3 പ്രധാന ഉപസമിതികളുടെ അധ്യക്ഷനുമായിരുന്നു. രൂപീകരണ വേളയില് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയില് ടോട്ടൽ മെമ്പേഴ്സ് എത്രയാണെന്ന് ചോദിച്ചാൽ മക്കളെ 389 ഓർക്കുക. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം 299 എന്നുള്ളത് കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ എല്ലാ പൗരന്മാർക്കുമായി സംരക്ഷിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. മൗലിക അവകാശങ്ങളെയും രാഷ്ട്രനയത്തിന്റെ നിർദ്ദേശക തത്വങ്ങളെയും ഇവയെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതോടൊപ്പം രാഷ്ട്രത്തോടും സമൂഹത്തോടും പൗരർ പുലർത്തേണ്ട മൗലിക കർത്തവ്യങ്ങളും ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുള്ള അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും കർത്തവ്യങ്ങളുമാണ് നമ്മൾ ഈ പാഠത്തിലൂടെ ചർച്ച ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ്, അതായത് മൗലിക അവകാശങ്ങൾ, അതേപോലെ തന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, അതായത് മാർഗനിർദ്ദേശക തത്വങ്ങൾ, അതേപോലെ തന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, അതായത് മൗലിക കർത്തവ്യങ്ങൾ, ഇത് മൂന്നും നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ചാപ്റ്ററിലെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരിക്കും പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. അതായത് മനുഷ്യാവകാശങ്ങൾ, ഹ്യൂമൻ റൈറ്റ്. മനുഷ്യൻ എന്ന നിലയിൽ ജാതി, മതം, വംശം, വർണ്ണം, ദേശം, ഭാഷ, ശ്രദ്ധിക്കുക മക്കളെ, മനുഷ്യൻ എന്ന നിലയിൽ ജാതി, മതം, വംശം, വർണ്ണം, ദേശം, ഭാഷ, ലിംഗപദവി തുടങ്ങിയ വിവേചനങ്ങളൊന്നുമില്ലാതെ അന്തസ്സുറ്റതും തുല്യധിഷ്ഠിതവുമായ ജീവിതം നയിക്കുന്നതിന് ലോകത്തെല്ലാവർക്കും അവകാശമുണ്ട്. ഇത്തരത്തിൽ സാർവത്രികമായി മനുഷ്യന്റെ അഭിമാനത്തെയും വ്യക്തിത്വത്തെയും സംരക്ഷിക്കുന്ന അവകാശങ്ങളെ നമുക്ക് എന്തെന്ന് വിളിക്കാം, മനുഷ്യാവകാശങ്ങൾ എന്ന് വിളിക്കാം. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് നോക്കാം മൗലിക അവകാശങ്ങളെ കുറിച്ച് എന്താണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് എന്നുള്ളത്. ഓക്കെ, അതായത് അന്തർദേശീയ തലത്തിൽ മനുഷ്യാവകാശങ്ങളായി കണക്കാക്കുന്നതും ജനാധിപത്യ സംവിധാനത്തിൽ പൗരരുടെയും അതേപോലെ തന്നെ അവരുടെ അന്തസ്സിനും സ്വാതന്ത്ര്യത്തിനും അതിജീവനത്തിനും അനിവാര്യമായ ചില അടിസ്ഥാന അവകാശങ്ങളുണ്ട്. രാഷ്ട്രങ്ങൾ അംഗീകരിച്ച് സംരക്ഷിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന ഇത്തരം അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മൗലിക അവകാശങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അന്തർദേശീയ തലത്തിൽ മനുഷ്യാവകാശങ്ങളായി കണക്കാക്കുന്നതും ജനാധിപത്യ സംവിധാനത്തിൽ പൗരരുടെ അന്തസ്സിനും സ്വാതന്ത്ര്യത്തിനും അതിജീവനത്തിനും അനിവാര്യവുമായ ചില അടിസ്ഥാന അവകാശങ്ങളുണ്ട്. രാഷ്ട്രങ്ങൾ അംഗീകരിച്ച് സംരക്ഷിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന ഇത്തരം അവകാശങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, യെസ്, മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അന്തർദേശീയ തലത്തിൽ മനുഷ്യാവകാശങ്ങളായി കണക്കാക്കുന്നതും ജനാധിപത്യ സംവിധാനത്തിൽ പൗരരുടെ അന്തസ്സിനും സ്വാതന്ത്ര്യത്തിനും അതിജീവനത്തിനും അനിവാര്യവുമായ ചില അടിസ്ഥാന അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങളെ രാഷ്ട്രങ്ങൾ അംഗീകരിച്ച് സംരക്ഷിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നു. ഇത്തരം അവകാശങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് മനുഷ്യാവകാശങ്ങൾ എന്നുള്ളത് പറഞ്ഞു. അതേപോലെ തന്നെ എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ എന്നുള്ളതും പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. യെസ്, ഇനി നമുക്ക് നിലവില് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ പൊളിറ്റി ലക്ഷ്മികാന്തിന്റെ ബുക്കിൽ പറയുന്ന കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാം. അതായത് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ വിജയത്തിനും പൗരന്മാരുടെ സമ്പൂർണ്ണ വികാസത്തിനും വേണ്ടി ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നതും ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കാൻ പാടില്ലാത്തതുമായ അവകാശങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, മൗലിക അവകാശങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ മക്കളെ ശ്രദ്ധിക്കുക, ജനാധിപത്യത്തിന്റെ വിജയത്തിനും പൗരന്മാരുടെ സമ്പൂർണ്ണ വികാസത്തിനും വേണ്ടി ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്നതും ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഈ മൗലിക അവകാശങ്ങൾ നിഷേധിക്കാൻ പാടില്ല. ഈ അവകാശങ്ങളാണ് എന്തെന്ന് പറയുന്നത്, മൗലിക അവകാശങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ കാര്യം വ്യക്തമാണല്ലോ. യെസ്, ഇനി നമുക്ക് വീണ്ടും SCERT വരാം.
അടുത്ത് നമുക്ക് നോക്കാം. മൗലിക അവകാശങ്ങളുടെ നാൾവഴി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മാഗ്ന കാർട്ട, അതായത് നമുക്ക് ഒത്തിരി തവണ PSC എക്സാമുകളിൽ ചോദിച്ചതാണ് മാഗ്ന കാർട്ട ഒപ്പുവെച്ച വർഷം എന്താന്നുള്ളത്. 1215 മാഗ്ന കാർട്ട ഒപ്പുവെക്കുന്നത്. അപ്പോൾ മാഗ്ന കാർട്ട എന്നാണ് ഒപ്പുവെച്ചത്? 1215. പൗരാവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും പരാമർശിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഔദ്യോഗിക രേഖ ഏതാണെന്ന് ചോദിച്ചാൽ ഒത്തിരി തവണ PSC ഈ പറയുന്ന LGS ലെവൽ മുതൽ ഡിഗ്രി ലെവൽ എക്സാമിന് വരെ ചോദിച്ച ചോദ്യമാണ് ഈ മാഗ്ന കാർട്ട ഒപ്പുവെച്ച വർഷം എന്നാന്നുള്ളത്. മക്കളെ ശ്രദ്ധിക്കുക, എന്നാണ്? 1215. ഓക്കെ, നമുക്ക് ആ മാഗ്ന കാർട്ടയെ ഒന്ന് നോക്കാം. ബ്രിട്ടനിൽ അവകാശങ്ങളെ സംബന്ധിച്ച് രൂപപ്പെട്ട ആദ്യകാല രേഖയാണ് മാഗ്ന കാർട്ട. അപ്പോൾ ബ്രിട്ടനിലെ അവകാശങ്ങളെ സംബന്ധിച്ച് രൂപപ്പെട്ട ആദ്യകാല രേഖയാണ് ഏതെന്ന് പറയുന്നത്? മാഗ്ന കാർട്ട. വലിയ പ്രമാണം എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പോൾ എന്താണ് മാഗ്ന കാർട്ട എന്ന വാക്കിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ മക്കളെ എന്താണ്? വലിയ പ്രമാണം എന്നതാണ് മാഗ്ന കാർട്ട എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത്. രാജാവും രാജാവിന്റെ ഭരണകൂടവും നിയമത്തിനതീതരല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഔദ്യോഗിക പ്രമാണമാണിത്. 1215 ഇംഗ്ലണ്ടിലെ ഭരണാധികാരിയായിരുന്ന ജോൺ രാജാവിനെ ഈ രേഖയിൽ ജനങ്ങൾ നിർബന്ധിച്ച് ഒപ്പുവെപ്പിക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ 1215 മാഗ്ന കാർട്ട ഒപ്പുവെക്കുന്നത്. ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോൺ രാജാവാണ്. ഇംഗ്ലണ്ടിലെ ഭരണാധികാരിയായിരുന്ന ജോൺ രാജാവാണ് മാഗ്ന കാർട്ടയിൽ ഒപ്പുവെക്കുന്നത്. ഒപ്പുവെച്ച വർഷം എന്നാണെന്ന് ചോദിച്ചാൽ 1215. ബ്രിട്ടീഷ് പാർലമെന്റിലെ അധികാരങ്ങൾക്കും നിയമത്വങ്ങൾക്കും ഇത് പിന്നീട് അടിസ്ഥാനമാക്കി ഇംഗ്ലണ്ടിലെ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ്, ബിൽ ഓഫ് റൈറ്റ്സ് എന്നീ അവകാശ രേഖകൾ മാഗ്ന കാർട്ടയുടെ സ്വാധീനത്താൽ രൂപപ്പെട്ടവയാണ് എന്നും കരുതപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അധികാരങ്ങൾക്കും നിയമ തത്വങ്ങൾക്കും ഇത് പിന്നീട് അടിസ്ഥാനമായി മാറുകയാണ് മാഗ്ന കാർട്ട. അതായത് ഇംഗ്ലണ്ടിലെ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ്, ബിൽ ഓഫ് റൈറ്റ്സ് എന്നീ അവകാശ രേഖകൾ മാഗ്ന കാർട്ടയുടെ സ്വാധീനത്താൽ രൂപപ്പെട്ടവയാണ്. അപ്പോൾ മൗലികാവകാശങ്ങളുടെ നാൾവഴിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്തെന്ന് പറയുന്നത്? മാഗ്ന കാർട്ട എന്ന് പറയുന്നത്. മാഗ്ന കാർട്ട ഒപ്പുവെച്ച വർഷം മക്കളെ എന്നാണ്? മക്കളെ പറ. 1215 മാഗ്ന കാർട്ട ഒപ്പുവെച്ചത്. ആരാണ് ഒപ്പുവെച്ചത്? ഇംഗ്ലണ്ടിലെ രാജാവായ ജോൺ രാജാവാണ് മാഗ്ന കാർട്ട ഒപ്പുവെച്ചത്. ഓക്കെ, അപ്പോൾ എന്താണിതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ പൗരാവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും പരാമർശിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഔദ്യോഗിക രേഖയാണ് എന്തെന്ന് പറയുന്നത്? മാഗ്ന കാർട്ട. അപ്പോൾ മൗലികാവകാശങ്ങളുടെ നാൾ വഴി നോക്കുമ്പോൾ അതിൽ എന്താണ് ഈ പറയുന്ന മാഗ്ന കാർട്ട ഉൾപ്പെടുന്നു. അടുത്തതാണ് അമേരിക്കൻ അവകാശ പത്രിക, യുണൈറ്റഡ് സ്റ്റേറ്റ് ബിൽ ഓഫ് റൈറ്റ്സ് 1789, 1789. ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയിൽ പരാമർശിച്ചിരിക്കുന്ന അവകാശ രേഖയാണ് ഏതെന്ന് പറയുന്നത്? അമേരിക്കൻ അവകാശ പത്രിക. അതിൻ്റെയും ഒരു ബോക്സ് എന്ത് ചെയ്തിട്ടുണ്ട്? ദേ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. അമേരിക്കൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള അവകാശ പത്രികയിലാണ്, അതായത് ബിൽ ഓഫ് റൈറ്റ്സിലാണ് അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. മതവിശ്വാസത്തിനുള്ള അവകാശം, അഭിപ്രായ പ്രകടനത്തിനുള്ള അവകാശം, മാധ്യമ പ്രവർത്തനത്തിനുള്ള അവകാശം, സമാധാനപരമായി സംഘം ചേരാനുള്ള അവകാശം, ജീവനും സ്വത്തിനും സംരക്ഷണത്തിനും അവകാശം തുടങ്ങിയ അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ ബിൽ ഓഫ് റൈറ്റ്സിൽ പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇതും എന്തിൻ്റെ നാൾ വഴിയാണ്? അതായത് നാൾ വഴി നോക്കുമ്പോൾ നമുക്ക് അമേരിക്കൻ അവകാശ പത്രിക, അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ് ബിൽ ഓഫ് റൈറ്റ്സ് 1789 കാണാനായി പറ്റും. അടുത്തതാണ് ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്നുണ്ടായ മനുഷ്യാവകാശ പ്രഖ്യാപനം. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് തന്നിട്ടുള്ളതാണ് നേരത്തെ. അതായത് ഫ്രഞ്ച് വിപ്ലവം 17-ാം നൂറ്റാണ്ടും ബൂർബൻ രാജവംശവും അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 3 രാജാക്കന്മാരായിട്ടുള്ള ലൂയി 14-ാമനും ലൂയി 15-ാമനും ലൂയി 16-ാമനും അദ്ദേഹത്തിന്റെ അതിസുന്ദരിയായിട്ടുള്ള ഭാര്യയായ മേരി അന്റോണിയറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ വളരെ വിശദമായി പഠിച്ചതാണ്. മക്കളെ അങ്ങനെയാണെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ ഇട്ടോ, ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ആരാന്നുള്ളത്, ഈ പറയുന്ന 3 രാജാക്കന്മാരിൽ ആരാന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്യും പിള്ളേരെ. അത് നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഇതിന്റെ എന്താണ് പ്രൈസ് വരുന്നതായിരിക്കും. അത് ചിലപ്പോൾ റാങ്ക് ഫയർ ആകാം, ക്യാഷ് പ്രൈസ് ആവാം.
അത് നമ്മൾ അടുത്ത ദിവസം നമുക്ക് എന്ത് ചെയ്യാം, ഡിക്ലെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിൾ ആണ്, ഒന്ന് കമന്റ് ചെയ്തോ എല്ലാവരും. ഓക്കെ, ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്ന് മനുഷ്യാവകാശ പ്രഖ്യാപനം, അതായത് ഡിക്ലറേഷൻ ഓഫ് റൈറ്റ് ഓഫ് മാൻ ആൻഡ് ദ സിറ്റിസൺ 1789 ലോക രാജ്യങ്ങളെ സ്വാധീനിച്ച മനുഷ്യാവകാശങ്ങളെ നിർവചിക്കുന്ന അവകാശ പ്രമാണമായിരുന്നു ഇത്. ഓഗസ്റ്റ് 10 ഇത് നിലവിൽ വന്നത് എന്നുള്ളത് കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. 1789 ഓഗസ്റ്റ് 10. നമ്മൾ അതിൻ്റെ അകത്ത് പഠിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ബാക്കി പോയിന്റ്സുകളായിരുന്നു ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, അതേപോലെ തന്നെ ബാസ്റ്റിൽ ജയിൽ ആക്രമണം, അതേപോലെ തന്നെ എന്താണ് അതായത് ഫ്രഞ്ച് ദേശീയ അസംബ്ലി പാസാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനം. അപ്പൊ ഇത് എല്ലാം ഒരേ ഡേറ്റിൽ അതേപോലെ തൊട്ടടുത്തുള്ള മാസങ്ങളിലാണ് വരുന്നത് എന്നുള്ളതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചു പോയതാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർ ആ ക്ലാസ് ഒന്ന് കണ്ടാൽ മതി. ഓക്കെ, അടുത്ത് നോക്കാം. ഐക്യരാഷ്ട്ര സംഘടനയുടെ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് 1948 ആണ്. എല്ലാ അംഗരാജ്യങ്ങളിലും നടപ്പിലാക്കുന്നതിനായി ഐക്യരാഷ്ട്ര സംഘടന പുറപ്പെടുവിച്ച അവകാശ രേഖയാണ് ഇവിടെ പറയുന്നത്, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് 1948. ഓക്കെ, ഇനി ഫ്രാൻസിലെ മനുഷ്യാവകാശ പ്രഖ്യാപനം നമുക്കൊന്ന് നോക്കാം. 1789 ഫ്രാൻസിലെ ദേശീയ അസംബ്ലി പ്രഖ്യാപിച്ച അവകാശ രേഖയാണ് മനുഷ്യാവകാശ പ്രഖ്യാപനം. എല്ലാ പൗരന്മാർക്കും വ്യക്തിഗതവും കൂട്ടായതുമായ അവകാശങ്ങൾ ഈ രേഖ പ്രഖ്യാപിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചതാ, പൗരൻ ജന്മന സ്വതന്ത്രരും അവകാശങ്ങളിൽ തുല്യതയുള്ളവരുമാണെന്നും സാമൂഹിക വ്യത്യാസങ്ങൾ പൊതുതന്മയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സ്ഥാപിക്കപ്പെടുകയുള്ളൂ എന്നും ഈ പ്രഖ്യാപനം പറയുന്നു. ഓക്കെ, വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു പോയതാണ് ഫ്രഞ്ച് വിപ്ലവത്തെ കുറിച്ച്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ മനുഷ്യാവകാശ പ്രഖ്യാപനത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതിന് തൊട്ട് മുന്നെയാണ് സ്റ്റേറ്റ് ജനറൽ വിളിച്ചു കൂട്ടി ലൂയി 16. അതൊക്കെ പക്ക നമ്മൾ എന്ത് ചെയ്തേക്കുന്നതാണ്, സെറ്റ് ചെയ്ത് പറഞ്ഞു പോയിരിക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തുന്നതിൽ ഭരണഘടനാ നിർമ്മാതാക്കളെ സ്വാധീനിച്ച നിരവധി ഘടകങ്ങളുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ ജനത അനുഭവിക്കേണ്ടി വന്ന അവകാശ നിഷേധങ്ങളാണ് അതിൽ പ്രധാനമെന്ന് പറയുന്നത്. ഓക്കെ, ഇനി സ്വാതന്ത്ര്യ സമരം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ, ഇന്ത്യൻ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ എന്നിവ ഭരണഘടനയിലെ മൗലിക അവകാശത്തെ സ്വാധീനിച്ച മറ്റു ഘടകങ്ങളുമാണ്. മറ്റു രാജ്യങ്ങളെ ഭരണഘടനകളിൽ പരാമർശിച്ചിട്ടുള്ള അവകാശങ്ങളും മൗലിക അവകാശങ്ങളുടെ നാഴ്വഴികളായ അവകാശ രേഖകളും നമ്മുടെ ഭരണഘടന മൗലിക അവകാശങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഭരണഘടനാ ദിനം മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. മക്കളെ, അറിയാൻ പാടില്ലാത്ത പുതിയ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഇപ്പോൾ തന്നെ നോട്ട്ബുക്ക് എടുത്തോ, എഴുതി വച്ചോ, ഒരു നഷ്ടവും ഇല്ല. ഒരു 5 പ്രാവശ്യം എഴുതി പഠിച്ചോ. ഭരണഘടനാ ദിനം എന്നാന്ന് ചോദിച്ചാൽ നവംബർ 26. ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് 49 നവംബർ 26. പഠിച്ചു വച്ചോ, ഒരു 5 പ്രാവശ്യം പറയണ മക്കളെ. 1949 നവംബർ 26 ഭരണഘടനാ ദിനം, 1949 നവംബർ 26 ഭരണഘടനാ ദിനം. അങ്ങനെ തന്നെ ഒരു 5 പ്രാവശ്യം പറഞ്ഞോ, ഒരു നഷ്ടവും ഇല്ല. ഓക്കെ, ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതിന്റെ ഓർമ്മയ്ക്കാണ് ഈ ദിനം ആചരിക്കുന്നത് എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 എത്ര തവണയാണ് ഈ ചോദ്യം ചോദിച്ചതെന്നുള്ളത് ആർക്കും അറിയാൻ പാടില്ല. ഒരു പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് മക്കളെ ഉറപ്പായും നമ്മൾ പഠിക്കുന്ന ഒരു ചോദ്യമാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് മൗലിക അവകാശങ്ങൾ ഏത് ഭാഗത്താണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റിക്കരുത്. പാർട്ട് 3 മൗലിക അവകാശങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നത്. മൗലിക അവകാശങ്ങൾ ഉൾച്ചേർത്തിരിക്കുന്നത് സാധാരണയായി നിയമപരമായ അവകാശങ്ങളെ സംരക്ഷിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത് സാധാരണ നിയമങ്ങളാണ്. എന്നാൽ മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കുന്നതും ഉറപ്പുവരുത്തുന്നതും ഭരണഘടനയാണ്. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് ബാക്കി ഇപ്പുറത്തെ സൈഡിലേക്ക് നമുക്ക് നോക്കാം. ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉറപ്പു നൽകേണ്ട അവകാശങ്ങളുടെ പട്ടിക സമർപ്പിച്ച റിപ്പോർട്ടാണ് 1928 നെഹ്റു റിപ്പോർട്ട്. മക്കളെ ശ്രദ്ധിക്കുക, നെഹ്റു റിപ്പോർട്ട് സമർപ്പിച്ച വർഷം എന്നാണെന്ന് ചോദിച്ചാൽ 1928 നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കിയത്. അപ്പോൾ എന്നാണ് നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1928 നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കിയത്. നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്?
മോത്തിലാൽ നെഹ്റു ചെയർമാനായ കമ്മിറ്റിയാണ് നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കിയത്. മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത്, അത് പഠിക്കണം. മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന ഏത് രാജ്യത്ത് നിന്നും കടം കൊണ്ടതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അമേരിക്കയിൽ നിന്നും കടം കൊണ്ട ആശയമാണ് ഏതെന്ന് പറയുന്നത് മൗലിക അവകാശങ്ങൾ. അപ്പോൾ മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് രാജ്യത്ത് നിന്നാ? അമേരിക്കയിൽ നിന്നും കടം കൊണ്ട ആശയമാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, മൗലികാവകാശങ്ങൾ നടപ്പിലാക്കാൻ ഒരു പൗരന് കോടതിയെ സമീപിക്കാവുന്നതാണ്. അതായത് ജസ്റ്റീഷ്യബിൾ ആണ് എന്തെന്ന് പറയുന്നത് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മൗലിക അവകാശങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? കോടതിയെ സമീപിക്കാം. അങ്ങനെ കോടതിയെ സമീപിക്കാനായിട്ട് മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് റിട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്ന് ഓർത്തു വെച്ചോ. നമ്മൾ അടുത്ത ദിവസം വീണ്ടും എന്ത് ചെയ്യും? ഇതൊക്കെ പഠിക്കുന്നതായിരിക്കും. മൗലികാവകാശങ്ങളുടെ ശില്പി, എത്ര തവണയാണ് ഈ ചോദ്യം ചോദിച്ചതെന്നുള്ളത് അറിയത്തില്ല. മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായി പട്ടേലാണ്. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായി പട്ടേലാണ്. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ ആരാ? സുപ്രീം കോടതിയാണ് മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇനി പാർലമെന്റിന് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ബാധിക്കാത്ത തരത്തിൽ മൗലികാവകാശങ്ങളെ ഭേദഗതി ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. മൗലികാവകാശങ്ങൾ പരിപൂർണമല്ല. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭാഗം നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞു, എവിടെയാ? 3-ാം ഭാഗത്തിലാണ് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ ഏതാണ്? 3-ാം ഭാഗത്തിലാണ്. എന്തിനെ കുറിച്ച് പറയുന്നത്? മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നത് 3-ാം ഭാഗത്തിലാണ്. ഓക്കെ, ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ആർട്ടിക്കിള്, വെരി വെരി ഇമ്പോർട്ടന്റ്. അപ്പോൾ ഭാഗം ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ 3-ാം ഭാഗം. ആർട്ടിക്കിൾ ചോദിച്ചു കഴിഞ്ഞാൽ 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിളാണ് മൗലിക അവകാശങ്ങൾ പറയുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം, വകുപ്പ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിളുകളിലാണ് മൗലിക അവകാശത്തെ കുറിച്ച് പറയുന്നത് എന്നുള്ളത് മക്കളെ ഓർത്തു വയ്ക്കുക. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 7 എണ്ണമാണ് ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന മൗലികാവകാശങ്ങൾ 7 എണ്ണം. ഇപ്പോൾ ഭരണഘടനയിൽ എത്ര മൗലിക അവകാശങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ മക്കളെ 6 എണ്ണം. അപ്പോൾ നിലവിൽ വന്നപ്പോൾ 7 എണ്ണമായിരുന്നു, ഇപ്പോൾ എത്രയാന്ന് ചോദിച്ചാൽ എത്രയാ? 6 എണ്ണമാണ്. മൗലികാവകാശത്തിൽ സ്വത്തവകാശം ഇപ്പോൾ എന്ത്? നിയമാവകാശമാണ്. ഓക്കെ, അല്ലെങ്കിൽ ഭരണഘടനാ അവകാശമായിട്ട് മാറിയത് സ്വത്തവകാശം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി എന്താന്ന് ചോദിച്ചാൽ 1978 44-ാം ഭരണഘടനാ ഭേദഗതിയാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭേദഗതി ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ 44-ാം ഭേദഗതി 1978. മക്കളെ എഴുതി പഠിച്ചു വച്ചോ. എത്ര തവണയാണ് ഈ ചോദ്യം ചോദിച്ചതെന്ന് അറിയത്തില്ല. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭരണഘടനാ ഭേദഗതിയാണ് 1978. 44-ാം ഭേദഗതി സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു. അപ്പോൾ ഇത്രയും പഠിച്ച കാര്യങ്ങൾ ഞാനൊന്ന് ഓടിച്ചു പറയാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ എന്താണ് മൗലിക അവകാശങ്ങൾ എന്ന് ചോദിച്ചാൽ, ജനാധിപത്യത്തിന്റെ വിജയത്തിനും പൗരന്മാരുടെ സമ്പൂർണ്ണ വികാസത്തിനും വേണ്ടി ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നതും ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കാൻ പാടില്ലാത്തതുമായ അവകാശങ്ങളെ മൗലിക അവകാശങ്ങൾ എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണെന്ന് ചോദിച്ചാൽ 3-ാം ഭാഗത്താണ്. അതേപോലെ തന്നെ ഇതിന്റെ ശില്പി ആരാണെന്ന് ചോദിച്ചാൽ സർദാർ വല്ലഭായി പട്ടേലാണ്. സംരക്ഷകൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതിയാണ്. ഏത് അനുച്ഛേദത്തിലാണ് പ്രതിപാദിക്കുന്നത് എന്ന് ചോദിച്ചാൽ 12 മുതൽ 35 വരെയുള്ള അനുച്ഛേദം. ആകെ നിലവിൽ വന്നപ്പോൾ 7 എണ്ണം, പിന്നീട് ഇപ്പോൾ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ അത് 6 എണ്ണമാണെന്നുള്ളത് ഓർക്കുക. ഏതാണ് എടുത്തു കളഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വത്തവകാശമാണെന്നുള്ളത് നോക്കുക.
അത് ഏത് ഭരണഘടനാ ഭേദഗതി വഴിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 44-ാം ഭേദഗതി 1978 മക്കളെ തെറ്റാതെ പഠിച്ചു വയ്ക്കുക, 1 മാർക്ക് അവിടെ വീഴുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ബാക്കി നോക്കാം. മൗലിക അവകാശങ്ങളുടെ വിശേഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ മക്കളെ, ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെട്ടത്, നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞു മാഗ്ന കാർട്ട ഒപ്പുവെച്ചത് ജോൺ രാജാവാണ്, റണ്ണിമേട് മൈതാനത്തിലാണ്. അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന 1215 മാഗ്ന കാർട്ട ഒപ്പുവെച്ചത് എന്നൊക്കെ നമ്മൾ പറഞ്ഞതാ. അപ്പോ മൗലിക അവകാശങ്ങളുടെ വിശേഷണങ്ങൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇന്ത്യയുടെ മാഗ്ന കാർട്ട, സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ, ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് മൗലിക അവകാശങ്ങളെയാണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ? ഇന്ത്യയുടെ മാഗ്ന കാർട്ട, സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ, ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്ന് പറയുന്നതും എന്തിനെയാ? നമ്മുടെ മൗലിക അവകാശങ്ങളുടെ വിശേഷണങ്ങളെയാണ്. ഓക്കെ, ഇനി നമുക്ക് ബാക്കി നോക്കാം. ഇവിടെ നമുക്കിനി പഠിക്കാനുള്ളത് നിലവിൽ ഏതൊക്കെയാണ് ആ അവകാശങ്ങൾ എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓടിച്ച് അതിലേക്ക് പോയതിനു ശേഷം ബാക്കി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ബാക്കി നോട്ട്സിലേക്ക് കടക്കാം. ഓക്കെ, സെറ്റ് ആണല്ലോ ഇത്രയും വരെ എല്ലാവരും? ഇനി നമുക്ക് നോക്കാം സമത്വത്തിനുള്ള അവകാശം, അതായത് റൈറ്റ് ടു ഇക്വാളിറ്റി. നമ്മുടെ രാജ്യത്ത് എല്ലാവർക്കും നിയമത്തിന് മുന്നിൽ തുല്യതയും തുല്യ നിയമ സംരക്ഷണവും ഉറപ്പു വരുത്തുന്ന അവകാശമാണ് സമത്വത്തിനുള്ള അവകാശം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ രാജ്യത്ത് എല്ലാവർക്കും നിയമത്തിന് മുന്നിൽ എന്താണ്? തുല്യതയും നിയമ സംരക്ഷണവും ഉറപ്പുവരുത്തുന്ന അവകാശത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റൈറ്റ് ടു ഇക്വാളിറ്റി അല്ലെങ്കിൽ സമത്വത്തിനുള്ള അവകാശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ അവകാശ പ്രകാരം മതം, വർഗം, അതേപോലെ ജാതി, ലിംഗം, ജനന സ്ഥലം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ യാതൊരു വിവേചനവും പാടുള്ളതല്ല. ഇതോടൊപ്പം ഹോട്ടലുകൾ, കടകൾ, കിണറുകൾ, കുളങ്ങൾ, പൊതു സ്നാനഘട്ടങ്ങൾ, പൊതുനിരത്തുകൾ എന്നിവിടങ്ങളിൽ തുല്യ പ്രവേശനവും ഉറപ്പു നൽകുന്നു. പൊതുജോലികളിലെ അവസര സമത്വവും തൊട്ടുകൂടായ്മ നിരോധനവും സ്ഥാനപ്പേരുകളും നിർത്തലാക്കലും ഈ അവകാശ പ്രകാരം ഉറപ്പുവരുത്തുന്നു എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ സമത്വത്തിനുള്ള അവകാശം, അതായത് റൈറ്റ് ടു ഇക്വാളിറ്റി. ഓക്കെ, അപ്പോൾ മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് സമത്വത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഇക്വാളിറ്റി. അടുത്തത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഫ്രീഡം. അതായത് ദീർഘകാലം വൈദേശിക ആധിപത്യത്തിന് കീഴിൽ കഴിയേണ്ടി വന്ന ഇന്ത്യൻ ജനതയുടെ അഭിലാഷമാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുന്നത്. എന്ന ഈ മൗലിക അവകാശത്തിൽ പ്രതിഫലിക്കുന്നത് ഭരണഘടനയുടെ 19 മുതൽ 22 വരെയുള്ള അനുച്ഛേദത്തിൽ ഇതുപ്രകാരം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളും യുക്തിസഹമായ നിയന്ത്രണങ്ങളും കുറിച്ചുമാണ് വിശദീകരിക്കുന്നത്. അതായത് റൈറ്റ് ടു ഫ്രീഡം, അഭിപ്രായ പ്രകടനത്തിനും ആവിഷ്കാരത്തിനുമുള്ള സ്വാതന്ത്ര്യം ഇതിൽ പെടുന്നു. സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം. അടുത്തത് സംഘടനകൾ രൂപീകരിക്കുവാനുള്ള സ്വാതന്ത്ര്യം. അടുത്തത് ഇന്ത്യയിലെവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. ഇന്ത്യയിലെവിടെയും സ്ഥിരമായി താമസിക്കുവാനുള്ള സ്വാതന്ത്ര്യം. ഇഷ്ടമുള്ള തൊഴിൽ, വ്യവസായം, കച്ചവടം എന്നിവയിൽ ഏർപ്പെടുത്തുന്നതിനുള്ള സ്വാതന്ത്ര്യം. ഇതൊക്കെയാണ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, അതായത് റൈറ്റ് ടു ഫ്രീഡവുമായി ബന്ധപ്പെട്ട ഏതൊക്കെയാണ് അവകാശങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 6 എണ്ണം മക്കളെ ഒന്ന് പഠിച്ചു വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്തത് വിദ്യാഭ്യാസ അവകാശ നിയമം, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009. 2002 86-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ അനുച്ഛേദം 21A പ്രകാരമാണ് വിദ്യാഭ്യാസം മൗലിക അവകാശമായി പ്രഖ്യാപിക്കപ്പെട്ടത്. ഓക്കെ, അപ്പോൾ വിദ്യാഭ്യാസം മൗലിക അവകാശമായി പ്രഖ്യാപിക്കപ്പെട്ടത് 2002 86-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസം മൗലിക അവകാശമായി പ്രഖ്യാപിക്കപ്പെട്ടത്. അനുച്ഛേദം 21A വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 2009 വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് അംഗീകരിച്ചു. 2010 ഏപ്രിൽ നിയമം പ്രാബല്യത്തിൽ വരികയും ചെയ്തു. ഈ നിയമപ്രകാരം 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കുകയാണ് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ വിദ്യാഭ്യാസ അവകാശ നിയമം ഏത് ഭരണഘടനാ ഭേദഗതി വഴിയാണ് വന്നതെന്ന് ചോദിച്ചാൽ 2002 86-ാം ഭരണഘടനാ ഭേദഗതി. മക്കളെ തെറ്റിക്കരുത്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എന്നാണ് ഇത് പ്രാബല്യത്തിൽ വന്നതെന്ന് ചോദിച്ചാൽ 2010 ഏപ്രിൽ 10 കൂടി ഓർത്തു വയ്ക്കുക. ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യങ്ങൾ വ്യക്തി ജീവിതത്തിൽ എന്ന വിഷയത്തിൽ അത് നമുക്ക് വേറെ ഒന്നുമല്ല, അതിൻ്റെ ജസ്റ്റ് ഒരു ബോക്സ് മാത്രമാണുള്ളൂ, കുഴപ്പമൊന്നുമില്ല.
അടുത്തതാണ് ചൂഷണത്തിനെതിരായ അവകാശം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. നമ്മുടെ രാജ്യത്ത് പല വിഭാഗം ജനങ്ങളും മുഖ്യധാരയിൽ നിന്നും അകറ്റി നിർത്തപ്പെടുന്നതും ചൂഷണം ചെയ്യപ്പെടുന്നതുമായ സാമൂഹിക സാഹചര്യം നിലവിലുണ്ടായിരുന്നു. അടിമത്തം, മനുഷ്യക്കടത്ത്, നിർബന്ധിത ജോലി, ബാലവേല തുടങ്ങിയ ചൂഷണങ്ങളെ ഇല്ലാതാക്കി സുരക്ഷ ജീവിതം ഉറപ്പു നൽകുകയാണ് ചൂഷണത്തിനെതിരായ അവകാശത്തിലൂടെ ഇന്ത്യൻ ഭരണഘടന ഭരണഘടന ചെയ്യുന്നത്. ഭരണഘടനയുടെ അനുച്ഛേദം 23 എല്ലാവിധ അടിമ ജോലികളെയും മനുഷ്യ കച്ചവടത്തെയും നിരോധിക്കുകയും കുറ്റകരമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അനുച്ഛേദം 24 വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, ശ്രദ്ധിച്ചു വച്ചോ. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഖനികളിലോ വ്യവസായശാലകളിലോ മറ്റ് അപകട മേഖലകളിലോ ജോലി ചെയ്യുന്നത് നിരോധിക്കുന്നതാണ് ആർട്ടിക്കിൾ 24. ഓക്കെ, അപ്പോൾ ബാലവേല നിരോധനം ഏത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അനുച്ഛേദം 24 അല്ലെങ്കിൽ ആർട്ടിക്കിൾ 24 ബാലവേല നിരോധനം. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഖനികളിലോ വ്യവസായശാലകളിലോ അതേപോലെ മറ്റ് അപകട മേഖലകളിലോ ജോലി ചെയ്യുന്നത് നിരോധിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ആർട്ടിക്കിൾ 24. 23 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യക്കടത്തലും അതേപോലെ തന്നെ എന്താണ് അടിമ ജോലിയും കുറ്റകരമായി പ്രഖ്യാപിക്കുന്നതാണ് ആർട്ടിക്കിൾ 23. വെരി വെരി ഇമ്പോർട്ടൻ്റ്. ഓക്കെ, അടുത്താണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇന്ത്യയിൽ ഓരോരുത്തർക്കും സ്വീകാര്യമായ മതം അനുവർത്തിക്കുന്നതിനും അനുഷ്ഠിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം ഭരണഘടന അനുവദിക്കുന്നു. ഈ അവകാശം അവരവരുടെ മനസാക്ഷിക്കനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉൾക്കൊള്ളുന്നതാണ്. എല്ലാ മതങ്ങളും തുല്യ പരിഗണനയും തുല്യ സംരക്ഷണവും മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശവും ഉറപ്പു നൽകുന്നുണ്ട്. എന്നാൽ മേൽപ്പറഞ്ഞ അവകാശം പൊതുക്രമം, ആരോഗ്യം, ധാർമ്മികത എന്നിവയുടെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിരിക്കും എന്നുള്ളത് കൂടി എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. അപ്പോൾ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വയ്ക്കുക. അടുത്തത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്. വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. മതപരവും ഭാഷാപരവും സാംസ്കാരികവുമായ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഈ വൈവിധ്യത്തിൻ്റെ സവിശേഷത കൂടിയാണ്. രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്തോ രാജ്യത്തൊട്ടാകെയോ മറ്റ് വിഭാഗങ്ങളെക്കാൾ എണ്ണത്തിൽ കുറവുള്ളവരും ഒരു പൊതുഭാഷയോ മതമോ സംസ്കാരമോ പിന്തുടരുന്നവരുടെ ജനവിഭാഗങ്ങളാണ് ന്യൂനപക്ഷങ്ങൾ. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അവരുടെ സംസ്കാരവും ഭാഷയും ലിപിയും സംരക്ഷിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനുമുള്ള മാർഗങ്ങളാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ. ഇതുപ്രകാരം മതപരവും ഭാഷാപരവും സാംസ്കാരികവുമായ എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും അവരുടേതായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശമുണ്ട്. അതിലൂടെ അവർക്ക് സ്വന്തം സംസ്കാരത്തെ സംരക്ഷിക്കാനും അതേപോലെ തന്നെ എന്താണ് ഇതൊക്കെ പരിപോഷിപ്പിക്കുവാനും സാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ് ഓർത്തു വെച്ചോ. അടുത്താണ് നമ്മുടെ ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. വ്യക്തിയുടെ രക്ഷയ്ക്കും ഭദ്രതയ്ക്കും നൽകാവുന്ന അതിശ്രേഷ്ഠമായ പരിരക്ഷകളിൽ ഒന്നാണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം എന്ന് പറയുന്നത്. അതായത് മേൽപ്പറഞ്ഞ മൗലിക അവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിന് അനുച്ഛേദം 32 പ്രകാരം സുപ്രീം കോടതിയെയും അനുച്ഛേദം 226 പ്രകാരം ഹൈക്കോടതിയെയും സമീപിക്കാവുന്നതാണ്. അപ്പോൾ മൗലികാവകാശങ്ങളിൽ ഏതെങ്കിലും നമുക്ക് എന്താണ് നിലവിൽ നമുക്ക് കിട്ടാതെ പോയി കഴിഞ്ഞാൽ അത് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് സുപ്രീം കോടതിയെയോ അല്ലെങ്കിൽ ഹൈക്കോടതിയോ നമുക്ക് എന്ത് ചെയ്യാം, സമീപിക്കാം. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, റിട്ട് എന്ന് വിളിക്കുന്നത്. അങ്ങനെ സുപ്രീം കോടതിയെ സമീപിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പുറപ്പെടുവിക്കുന്നത് ഏത് അനുച്ഛേദമാണെന്ന് ചോദിച്ചാൽ മക്കളെ 32 ഹൈക്കോടതി പുറപ്പെടുവിക്കുന്നത് ഏത് അനുച്ഛേദമാണെന്ന് ചോദിച്ചാൽ 226 ആണുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളും നിർദ്ദേശങ്ങളുമാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, റിട്ടുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിട്ട് എന്ന പദം ഏത് രാജ്യത്തു നിന്നും ഇന്ത്യ കടം കൊണ്ടതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടനിൽ നിന്നും കടം കൊണ്ട ആശയമാണ് ഏതെന്ന് പറയുന്നത്, റിട്ടുകൾ എന്നുള്ളത് മക്കളെ ഒന്ന് ഓർത്തു വയ്ക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഈ അവകാശം എന്ന്
ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഇനി മൗലിക അവകാശങ്ങളും അതേപോലെ തന്നെ ഏതൊക്കെയാണ് എന്നുള്ളതും അതിൻ്റെ ഒരു ബോക്സുമാണ് ഈ കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും വരുന്നൊരു എക്സാമുകളിൽ നമുക്ക് ഉറപ്പായും ഈ ഒരു ബോക്സിൽ നിന്നുമുള്ള ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് മക്കളെ. ശ്രദ്ധിച്ച് ഒന്ന് കണ്ടുവച്ചോ. ഇതിൻ്റെ നോട്ടൊക്കെ നമ്മൾ തരുന്നതാണ്. എന്നിരുന്നാലും ക്ലാസിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്തോ ഒന്ന് നോക്കി വെച്ചോ. മൗലിക അവകാശങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ്. സമത്വത്തിനുള്ള അവകാശം അനുച്ഛേദം 14 മുതൽ 18 വരെയാണ് സമത്വത്തിനുള്ള അവകാശം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൗലിക അവകാശങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ മുതലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും 14 മുതൽ 18 വരെയാണ് മൗലിക അവകാശങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരിക്കും 12 to 35 എന്നാണ് റാങ്ക് ഫയലിലും ബാക്കി കാര്യങ്ങളിലൊക്കെ കൊടുക്കുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 14 മുതൽ 35 വരെയാണ് ശരിക്കും എന്ത് വരുന്നത്. 14 മുതൽ 28 വരെ 32 വരെയാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന മൗലിക അവകാശങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് ചോദിക്കുകയാണെങ്കിൽ എന്താണ് 14 to 32 തന്നെയാണ് SCRT പ്രകാരം ആൻസർ വരുന്നത്. പക്ഷെ നമ്മൾ PSCയുടെ ഉത്തരപ്രകാരവും 12 to 35 അപ്പോൾ അത് അങ്ങനെ തന്നെ പോട്ടെ. ഓക്കെ, കാരണം അവിടെ മുതലാണ് നമുക്ക് എന്ത് വരുന്നുള്ളൂ, നിലവിൽ ഈ പറയുന്ന മൗലിക അവകാശങ്ങളെ കുറിച്ച് ശരിക്കും എന്ത് ചെയ്യുന്നുള്ളൂ പറയുന്നുള്ളൂ. കാരണം ആദ്യം 12 പറയുന്ന ശരിക്കും പറഞ്ഞാൽ സ്റ്റേറ്റ് എന്ന പദത്തിന്റെ നിർവചനത്തെ കുറിച്ചാണ് 12 പറയുന്നത്. അതേപോലെ തന്നെ 13 പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ചാണ് പറയുന്നത്. അതിനുശേഷം 14 ആവുമ്പോഴാണ് ശരിക്കും എന്തിലേക്ക് വരുന്നത്, മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നത്. എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 14 മുതൽ 32 വരെയാണെന്നുള്ളത് മക്കളെ ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ചർച്ചയിലേക്ക് പോകണ്ട. സമത്വത്തിനുള്ള അവകാശം ഏത് അനുച്ഛേദം മുതലാണെന്ന് ചോദിച്ചാൽ അത് 14 മുതൽ 18 വരെയാണ് സമത്വത്തിനുള്ള അവകാശം. ഇനി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഏത് മുതൽ ഏത് വരെയാ, 19 മുതൽ 22 വരെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അടുത്ത് നോക്കിയേ, ചൂഷണത്തിനെതിരായ അവകാശം 23 മുതൽ 24 വരെയാണ് ചൂഷണത്തിനെതിരായ അവകാശം. അടുത്ത് നോക്കിയേ, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഏതാണെന്ന് ചോദിച്ചാൽ 25 മുതൽ 28 വരെയാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇനി സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം 29 to 30. നോക്കിയേ, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം ചോദിച്ചു കഴിഞ്ഞാൽ അത് 32ആണ്. അപ്പോൾ 1, 2, 3, 4, 5, 6 മൗലിക അവകാശങ്ങളാണ് ഒറ്റയടിക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. ഒരെണ്ണം നമ്മൾ പറഞ്ഞു സ്വത്തവകാശം, അതിന്ന് ഭരണഘടനാപരമായ അവകാശം അല്ലെങ്കിൽ നിയമാവകാശമായിട്ട് മാറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൂടി ഒന്ന് ഓർത്തു വയ്ക്കണം. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് SCRT ചാപ്റ്ററിൽ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ പഠിച്ചു എന്ന് തന്നെ കരുതുന്നു. ഓരോന്നും മക്കളെ നമ്മൾ പറഞ്ഞാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ യാതൊരു കൺഫ്യൂഷനും ഇല്ല എന്ന് തന്നെ കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പൊന്നു മക്കളെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്തോ, ഒരു പ്രശ്നവും ഇല്ല. നമ്മൾ എന്ത് ചെയ്യും, അതിന് റിപ്ലൈ തന്നിരിക്കും. അതും റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ നമ്മളുടെ വാട്സപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ഒരു മെസ്സേജോ ഇട്ടാൽ മതി. ഉറപ്പായും നമ്മൾ കമൻറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, യെസ്. ഇനി നമുക്ക് പറഞ്ഞ കാര്യങ്ങൾ ഓടിച്ചു പറഞ്ഞ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. അതിനുശേഷം നമുക്ക് നേരെ നോട്ടിലേക്ക് പോകാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? അതായത് സമത്വത്തിന്റെ അഭാവത്തിൽ സ്വാതന്ത്ര്യം അനേകരുടെ മേൽ ചുരുക്കം, ചിലരുടെ ആധിപത്യം സൃഷ്ടിക്കും. സ്വാതന്ത്ര്യത്തിന്റെ അഭാവത്തിലുള്ള സമത്വം വ്യക്തി മുന്നേറ്റങ്ങളെ ഹനിക്കും. സാഹോദര്യത്തിന്റെ അഭാവത്തിൽ സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും സ്വാഭാവികത കൈവരിക്കാൻ കഴിയില്ല. 1949 നവംബർ 25 ഡോക്ടർ BR അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ പ്രസംഗിച്ച ഏറ്റവും വലിയ കൊട്ടേഷനുകളിൽ ഒന്നാണ് എന്നുള്ളത് എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇതിൻ്റെ അകത്ത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യത്തെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഇവ മൂന്നും ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ജനാധിപത്യം അവിടെ സാധ്യമാവുകയുള്ളൂ എന്നുകൂടി അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, പറഞ്ഞ് വയ്ക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് SCRTയിൽ 46 ഡിസംബർ 6 വന്നത്. അതേപോലെ തന്നെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു സ്ഥിരം അധ്യക്ഷനായിട്ട് വന്നത്. ആദ്യ സമ്മേളനത്തിൽ നിലവിൽ എത്ര പേരുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ 389. പിന്നീട് സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം 299 എന്നുള്ളത് നമ്മൾ പറഞ്ഞു. എന്താണ് അവകാശങ്ങൾ, അവകാശങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള സെമിനാറാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. അപ്പോൾ എന്താണ് അവകാശങ്ങൾ എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ എല്ലാ പൗരന്മാർക്കുമായി സംരക്ഷിക്കണമെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. മൗലിക അവകാശങ്ങളെയും രാഷ്ട്രനയത്തിന്റെ നിർദ്ദേശക തത്വങ്ങളെയുമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, എന്താണ് മനുഷ്യ അവകാശങ്ങൾ എന്ന് ചോദിച്ചാൽ മനുഷ്യർ എന്ന നിലയിൽ ജാതി, മതം, വംശം, വർണ്ണം, ദേശം, ഭാഷ, ലിംഗപദവി തുടങ്ങിയ വിവേചനങ്ങൾ ഒന്നുമില്ലാതെ
അന്തസ്സുറ്റതും തുല്യതയിൽ അധിഷ്ഠിതവുമായ ജീവിതം നയിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന മനുഷ്യാവകാശങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന മൗലികാവകാശങ്ങൾ. ഫണ്ടമെന്റൽ റൈറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അന്തർദേശീയ തലത്തിൽ മനുഷ്യാവകാശങ്ങളായി കണക്കാക്കുന്നതും ജനാധിപത്യ സംവിധാനത്തിൽ പൗരരുടെ അന്തസ്സിനും സ്വാതന്ത്ര്യത്തിനും അതിജീവനത്തിനും അനിവാര്യമായ ചില അടിസ്ഥാന അവകാശങ്ങളുണ്ട്. രാഷ്ട്രങ്ങൾ അംഗീകരിച്ച് സംരക്ഷിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന ഇത്തരം അവകാശങ്ങളെയാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. മൗലികാവകാശങ്ങളുടെ നാൾ വഴി നമ്മൾ പറഞ്ഞു. മാഗ്ന കാർട്ട 1215, അമേരിക്കൻ അവകാശ പത്രിക 1789, ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്നുണ്ടായ മനുഷ്യാവകാശ പ്രഖ്യാപനം 1789 ഓഗസ്റ്റ് 10, ഐക്യരാഷ്ട്രസഭയുടെ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം 1948. കൃത്യമായി നമ്മൾ പറഞ്ഞുപോയി. അതേപോലെ തന്നെ എന്താണ് അടുത്തത്, മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളെ കുറിച്ചാണ് പിന്നെ നമ്മൾ പറഞ്ഞു. അതായത് മൗലിക അവകാശങ്ങളെ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഏതു ഭാഗത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, അത് ഏത് ഭാഗത്തിലാണ്? 3-ാം ഭാഗത്തിലാണ്. ആർട്ടിക്കിൾ ചോദിച്ചാൽ 12-35 നമ്മൾ പറഞ്ഞു. ഭരണഘടനാ ദിനം നവംബർ 26 എന്നുള്ളത് പറഞ്ഞു. 49 നവംബർ 26 ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു അതായത് സമത്വത്തിനുള്ള അവകാശം. അതായത് ഏതൊക്കെയാണ് നമ്മുടെ മൗലിക അവകാശങ്ങൾ എന്ന് ചോദിച്ചാൽ, ഒന്ന് സമത്വത്തിനുള്ള അവകാശം. അതായത് ഒരു രാജ്യത്ത് എല്ലാവർക്കും നിയമത്തിന് മുന്നിൽ തുല്യതയും തുല്യ നിയമ സംരക്ഷണവും ഉറപ്പു നൽകുന്ന അവകാശത്തെ സമത്വത്തിനുള്ള അവകാശം എന്നാണ് പറയുന്നത്. അടുത്തത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു വിദ്യാഭ്യാസ അവകാശ നിയമം, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 പ്രാബല്യത്തിൽ വന്നത് 2010 ഏപ്രിൽ 10 എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. ചൂഷണത്തിനെതിരായ അവകാശത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറഞ്ഞു. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശത്തെക്കുറിച്ചും നമ്മൾ പറഞ്ഞു. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശത്തെയും പറഞ്ഞു. അങ്ങനെ 6 മൗലിക അവകാശങ്ങൾ SCRTയിലെ ഈ ഒരു ചാപ്റ്റർ, അതായത് നമ്മൾ പറഞ്ഞ ചാപ്റ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. അതായത് ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന് പറയുന്ന ഈ ചാപ്റ്ററിലെ മൊത്തം ഫാക്റ്റുകളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചു പോയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി നോട്ട്സിലേക്ക് പോയി നമുക്ക് ഈ ഒരു പരിപാടി ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ബാക്കി നോക്കാം. സ്വത്തവകാശത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനയിലെ വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ 300A ആണ്. മുൻപ് ഈ പറയുന്ന വകുപ്പ് ഏതിലായിരുന്നു ഏത് വകുപ്പായിരുന്നു പണ്ട് ഇതിൽ വന്നിരുന്നതെന്ന് ചോദിച്ചാൽ 31-ാം വകുപ്പാണ് പിന്നീട് 300A ആയിട്ട് മാറിയത്. അതായത് സ്വത്തവകാശത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 31 ആയിരുന്നു. ഇപ്പോൾ അത് ഏത് വകുപ്പാണെന്ന് ചോദിച്ചാൽ 300A ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. സംഭവം കിട്ടിയല്ലോ, അത് മതി. ഇനി നിയമം അധികാരപ്പെടുത്തിയാലല്ലാതെ യാതൊരാളുടെയും സ്വത്തവകാശം എടുത്തു കളയാവുന്നതല്ലെന്ന് അനുച്ഛേദം 300 പ്രതിപാദിക്കുന്നു. നിലവിൽ ഭരണഘടനയുടെ 12-ാം ഭാഗത്തിലാണ് സ്വത്തവകാശത്തെക്കുറിച്ച് പറയുന്നത്. മുൻപ് ഇത് 3-ാം ഭാഗത്തിലായിരുന്നു. ഓക്കെ, അതറിയാം. അതായത് എന്താണ്, ഫണ്ടമെന്റൽ റൈറ്റിലായിരുന്നു. ഇപ്പൊ അത് ഏത് ഭാഗത്തിലാ? 12-ാം ഭാഗത്തിലാന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ അനുച്ഛേദം ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് 31 ആയിരുന്നു, അതിപ്പോ എന്തായി? 300A ആയി. ഇപ്പോ നിലവിൽ എന്താണ്? 300Aയിൽ കിടക്കുന്നത് ഏത് പാർട്ടിലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12-ാം പാർട്ടില്. പണ്ട് 31 എന്ന് പറയുന്നത് ഏത് പാർട്ടിലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3-ാം പാർട്ട്. സെറ്റ് അല്ലേ? 3 31 12 300 സെറ്റ് ആണല്ലോ. അത്രേ ഉള്ളൂ ചേഞ്ച്. മനസ്സിലായില്ലേ? അതായത് നിലവില് ഇന്ത്യൻ ഭരണഘടനയുടെ സ്വത്തവകാശത്തെക്കുറിച്ച് പറയുന്ന അനുച്ഛേദം പണ്ട് 31, ഇപ്പോൾ 300. പണ്ട് ഏത് പാർട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 3-ാം പാർട്ട്. ഇപ്പോൾ ഏത് പാർട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? 12-ാം പാർട്ട്. സെറ്റ് ആണല്ലോ, അത് മതി. അടുത്തത് സമ്മേളനങ്ങൾ നമുക്ക് പഠിക്കാം. മൗലിക അവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യയുടെ അടിസ്ഥാനമെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാന്ന് ചോദിച്ചാൽ, കോൺഗ്രസ് സമ്മേളനമൊക്കെ നമ്മൾ വളരെ വ്യക്തതയോടുകൂടി പഠിച്ചു പോയതാ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം 1885 ഡിസംബർ 28. പ്രധാനപ്പെട്ട 54 സമ്മേളനങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ പറയുന്ന മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട സമ്മേളനം ചോദിച്ചാൽ മദ്രാസ് സമ്മേളനം 1927 ആയിരുന്നു. ഈ 27ലെ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ചോദിച്ചാൽ മക്കളെ അത് MA അൻസാരിയാണ്. മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ചോദിച്ചാൽ അത് 31ലെ സമ്മേളനമാണ്. അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഒട്ടും മടിക്കേണ്ട, സർദാർ വല്ലഭായി പട്ടേലാണ്. മൗലിക അവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയത്തിന്റെ കരട് തയ്യാറാക്കിയത് കറാച്ചി സമ്മേളനത്തിൽ അവതരിപ്പിച്ചതും ജവഹർലാൽ നെഹ്റു ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട സമ്മേളനം 1927 മദ്രാസ് സമ്മേളനം MA അൻസാരി. അതേപോലെ തന്നെ മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം കറാച്ചി സമ്മേളനമാണ്.
31. അപ്പോൾ 31 സർദാർ വല്ലഭായ് പട്ടേൽ, 27 MA അൻസാരി. രണ്ടും ഓർത്തു വെച്ചോ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത് നോക്കാം. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആണ്. ഓക്കെ, അപ്പോൾ സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത പ്രധാനമന്ത്രി ആരാണ് എന്ന് ചോദിച്ചാൽ മക്കളെ അത് മൊറാർജി ദേശായി ആണെന്നുള്ളത് ഓർക്കുക. അപ്പോൾ സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ വെരി വെരി ഇമ്പോർട്ടൻ്റ് മൊറാർജി ദേശായി. അന്ന് ജനതാ ഗവൺമെൻറ് ആണ് ഉണ്ടായിരുന്നത്. സ്വത്തവകാശത്തെ നിയമാവകാശമാക്കുമ്പോൾ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ അത് നീലം സഞ്ജീവ റെഡ്ഡിയാണ്. ആരാണ്? നീലം സഞ്ജീവ റെഡ്ഡിയാന്നുള്ളത് ഓർക്കുക. ഓക്കെ, അടുത്ത് നമുക്കിനി പഠിക്കാനുള്ളത് മൗലികാവകാശങ്ങളിലെ ഓരോ അനുച്ഛേദത്തെക്കുറിച്ചാണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന ചിലപ്പോൾ ഈ LGSലൊന്നും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചൊന്നും വരത്തില്ല, പക്ഷെ ഒരു ഡിഗ്രി ലെവൽ എക്സാംസിലേക്കും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. അപ്പോൾ അനുച്ഛേദം 12 സ്റ്റേറ്റ് എന്ന പദത്തിന്റെ നിർവചനത്തെക്കുറിച്ചാണ് അനുച്ഛേദം 12. ഞാൻ തൊട്ടുമുമ്പ് പറഞ്ഞില്ലേ നമ്മുടെ SCRT-യിൽ അവർ കൊടുത്തേക്കണ എന്താ, മൗലികാവകാശങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് നമ്മുടെ അടുത്ത് പറയുന്ന അനുച്ഛേദം എന്ന് പറയുന്നത് 14. അതായത് സമത്വത്തിനുള്ള അവകാശം സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ മുതലാ? 14 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് അവസാനം ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം അല്ലെങ്കിൽ പ്രതിവിധികൾക്കുള്ള അവകാശം എന്ന് പറയുമ്പോൾ 32 അത് എന്ത് ചെയ്യും? ക്ലോസ് ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത് 14-32 SCRT പ്രകാരം മൗലിക അവകാശങ്ങളെ കുറിച്ച് പരാമർശിക്കുന്ന അനുച്ഛേദങ്ങൾ എന്ന് വേണമെങ്കിൽ ചോദിച്ചാൽ അതൊരു ശരിയായ പ്രസ്താവന തന്നെയാണ്. കാരണം എന്താ, ഇവിടെ 12 പറയുന്ന എന്തിനെ കുറിച്ചാ? സ്റ്റേറ്റ് എന്ന പദത്തിന്റെ നിർവചനത്തെ കുറിച്ചാ. ആർട്ടിക്കിൾ 12 അതായത് സ്റ്റേറ്റ് എന്ന പദത്തിന്റെ നിർവചനവും കേന്ദ്ര സർക്കാരും പാർലമെന്റും സംസ്ഥാനങ്ങളിൽ അതാത് സർക്കാരും നിയമനിർമ്മാണ സഭകളും ഭാരതത്തിന്റെ ഭൂപ്രദേശങ്ങളിലുള്ളതോ ഭാരത സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ളതോ ആയ എല്ലാ അധികാര സ്ഥാപനങ്ങളും സ്റ്റേറ്റ് എന്നതിൽ ഉൾപ്പെടുന്നു. ഓക്കെ, അപ്പോൾ നോക്കിയേ അവിടെ അങ്ങനെയാണ് വരുന്നത് നിലവിൽ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് 14-32 എന്ന് പറഞ്ഞാൽ ഒരിക്കലും തെറ്റു പറയാൻ പറ്റത്തില്ല. മൗലികാവകാശങ്ങളെ കുറിച്ച് ശരിക്കും പറയുന്ന കൃത്യമായ ഒരു ആർട്ടിക്കിൾ ചോദിക്കുകയാണെങ്കിൽ അത് എന്താണ് തന്നെ 14-32 നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ടി വരും. ഓക്കെ, പക്ഷേ PSC നിലവിൽ ആൻസർ ഇട്ടേക്കണ 12-35, അതുകൊണ്ട് അങ്ങനെ തന്നെ നമുക്ക് പഠിച്ചു പോവാം. ഓക്കെ, അടുത്ത 13 നോക്കിയ മക്കളെ, മൗലികാവകാശങ്ങളുമായി പൊരുത്തപ്പെടാത്തതോ അവയ്ക്ക് വിപരീതമായ നിയമങ്ങൾ നിലനിൽക്കില്ല എന്ന് പ്രതിപാദിക്കുന്നു. ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് എന്തെന്ന് പറയുന്നത്? അനുച്ഛേദം 13. ജുഡീഷ്യൽ റിവ്യൂ രാജ്യത്ത് നിർമ്മിക്കുന്ന നിയമങ്ങൾ ഭരണഘടന അനുസൃതമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നതിനുള്ള കോടതിയുടെ അധികാരമാണ് എന്തെന്ന് പറയുന്നത്? ജുഡീഷ്യൽ റിവ്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രാജ്യത്ത് നിർമ്മിക്കുന്ന നിയമങ്ങൾ ഭരണഘടന അനുസൃതമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നതിനുള്ള കോടതിയുടെ അധികാരത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ജുഡീഷ്യൽ റിവ്യൂ. അപ്പോൾ സ്റ്റേറ്റിനെ കുറിച്ച് പരാമർശിക്കുന്നത് ആർട്ടിക്കിൾ 12. ആർട്ടിക്കിൾ 13 മക്കളെ ഒറ്റ കാര്യം പഠിച്ചാൽ മതി, ജുഡീഷ്യൽ റിവ്യൂ. കേട്ടോ കേട്ടോ കേട്ടോ, ജുഡീഷ്യൽ റിവ്യൂ 5 പ്രാവശ്യം പറഞ്ഞോ ജുഡീഷ്യൽ റിവ്യൂ. ഓക്കെ, അപ്പൊ നമുക്ക് സെറ്റ് ആയിരിക്കും. അപ്പൊ 12 സ്റ്റേറ്റിനെ കുറിച്ച് പറയുന്നു, 13 ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇനി എന്തൊക്കെയാണ് 6 പ്രധാനപ്പെട്ട മൗലികാവകാശങ്ങൾ? നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞ ഈ ബോക്സ് ആണ് എന്തെന്ന് പറയുന്നത്? 6 മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പഠിച്ചോ. സമത്വത്തിനുള്ള അവകാശം ഏത് മുതൽ ഏത് വരെയാ? 14 മുതൽ 18 വരെയാണ് സമത്വം. അടുത്ത് നോക്കിയേ, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഏത് മുതൽ ഏത് വരെയാ? 19-22. അടുത്ത് നോക്കിയേ, ചൂഷണത്തിനെതിരായ അവകാശം ഏത് മുതൽ ഏതാ? 21 മുതൽ 24 വരെ. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 മുതൽ 28 വരെ. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ഏത് മുതൽ ഏതാ? 29 മുതൽ 30 വരെ. ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം ഏതാണ്? 32 ആണ്. ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം 32. സെറ്റ് ആണല്ലോ. ഓക്കെ, ഇനി നോക്കാം ഓരോന്നും ബാക്കി തന്നെ. അനുച്ഛേദം 14 നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യൻ ആണെന്നും എല്ലാവർക്കും തുല്യ നിയമപരിരക്ഷ നൽകണമെന്നും അനുശാസിക്കുന്നു. അപ്പോൾ എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണെന്നും എല്ലാവർക്കും തുല്യ നിയമ പരിരക്ഷ നൽകണമെന്നും അനുശാസിക്കുന്നതാണ് അനുച്ഛേദം 14.
അനുച്ഛേദം 361 പ്രകാരം പദവിയിലിരിക്കുന്ന രാഷ്ട്രപതി, സംസ്ഥാന ഗവർണർ എന്നിവർക്കെതിരെ യാതൊരുവിധ ക്രിമിനൽ നടപടികൾ എടുക്കാനോ അതേപോലെ തന്നെ അറസ്റ്റ് ചെയ്യാനോ സാധിക്കില്ല. ആർട്ടിക്കിൾ 14. ഓക്കെ, അടുത്താണ് നിയമവാഴ്ച അല്ലെങ്കിൽ റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത്. നിയമത്തിന് മുന്നിൽ എല്ലാ പൗരന്മാരും തുല്യരാണെന്ന് ഒരു വ്യക്തിയും നിയമത്തിന് അതീതരല്ലെന്നുമാണ് നിയമവാഴ്ച എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നിയമവാഴ്ച എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നാണ് എന്ന് ചോദിച്ചാൽ മക്കളെ, റൂൾ ഓഫ് ലോ എവിടെ നിന്നാ ഇന്ത്യ കടമെടുത്തത്? ശ്രദ്ധിച്ചോ, എവിടെ നിന്നാ? ബ്രിട്ടനിൽ നിന്നും കടമെടുത്ത ആശയമാണ് റൂൾ ഓഫ് ലോ അല്ലെങ്കിൽ നിയമവാഴ്ച. അപ്പോൾ നിയമവാഴ്ച എന്ന് പറയുന്നത് ആശയം ഇന്ത്യ കടമെടുത്തത്, ആ ഒരു കൺസെപ്റ്റ് എവിടെ നിന്നാ വന്നതെന്ന് ചോദിച്ചാൽ ബ്രിട്ടനിൽ നിന്നാണ് റൂൾ ഓഫ് ലോ. ഓക്കെ, നിയമവാഴ്ച എന്ന ആശയം ജനകീയമാക്കിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AV ഡയസി ആണ്. AV ഡയസി മക്കളെ, ഇത് ഉറപ്പായും ചോദിക്കാം. AV ഡയസി നിയമവാഴ്ച എന്ന ആശയം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ഇങ്ങനെ തന്നെയുള്ള കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒന്നുകൂടിയും പരിഷ്കരിച്ച പതിപ്പാണ് 8ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററിൽ വീണ്ടും അവർ ഈ ഒരു ചാപ്റ്റർ കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, ഇനി റൂൾ ഓഫ് ലോ ആൻഡ് റൂൾ ഓഫ് പോലീസ് എന്ന പുസ്തകം രചിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ പ്രസിഡന്റ് ശങ്കർ ദയാൽ ശർമ്മയാണ്. ഓർത്തു വെച്ചോ, റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള പൊട്ടാസ് ചോദ്യമാണ്. റൂൾ ഓഫ് ലോ ആൻഡ് റൂൾ ഓഫ് പോലീസ്, റൂൾ ഓഫ് ലോ ആൻഡ് റൂൾ ഓഫ് പോലീസ് എന്ന പുസ്തകം രചിച്ച ഇന്ത്യൻ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ മക്കളെ, ആരാണ്? ശങ്കർ ദയാൽ ശർമ്മയാണ്. ആരാണ്? ശങ്കർ ദയാൽ ശർമ്മയാണ്. ഓർത്തു വെച്ചോ, 1 മാർക്ക് സെറ്റാണ്. ഓക്കെ എടാ മക്കളെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സെറ്റാണല്ലോ. നിയമവാഴ്ച എന്താന്നുള്ളതും നിയമവാഴ്ച എന്ന ആശയം ജനകീയമാക്കിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? AV ഡയസി ആണെന്നുള്ളതും മറക്കാതെ പഠിച്ചു വെച്ചോ. അതേപോലെ തന്നെ റൂൾ ഓഫ് ലോ ആൻഡ് റൂൾ ഓഫ് പോലീസ് എന്ന പുസ്തകം എഴുതിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശങ്കർ ദയാൽ ശർമ്മയാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കി വെക്കുക. സെറ്റല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം അനുച്ഛേദം 15. അതായത് മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന അനുച്ഛേദം ഏതാണെന്ന് ചോദിച്ചാൽ അത് 15ആണ്. ഓക്കെ, അപ്പോൾ മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 15. എന്നിരുന്നാലും ഈ ഒരു നിയമം സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകാവുന്നതാണ്. സ്ത്രീക്കും പുരുഷനും തുല്യത ഉറപ്പുവരുത്തുന്ന ഭരണഘടന അനുച്ഛേദം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അനുച്ഛേദം 15 കൂടി ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്നത് അനുച്ഛേദം 15ആണ്. ഓക്കെ, അടുത്തത് അനുച്ഛേദം 16ആണ്. അപ്പോൾ അനുച്ഛേദം 16 പൊതു നിയമനങ്ങളിൽ അവസര സമത്വം, പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്നു. ഓക്കെ, അനുച്ഛേദം 16 പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്നതാണ്. അവസര സമത്വം ഉറപ്പാക്കുന്നതിനായി ഒരു കമ്മീഷനെ നിയമിക്കണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് സച്ചാർ കമ്മിറ്റി. ഓക്കെ, അപ്പോൾ അവസര സമത്വം ഉറപ്പിക്കുന്നതിനായി ഒരു കമ്മീഷനെ നിയമിക്കണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി സച്ചാർ കമ്മിറ്റിയാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹിക, സാമ്പത്തിക, വിദ്യാഭ്യാസ സ്ഥിതിയെക്കുറിച്ച് പഠിക്കാൻ നിയമിക്കപ്പെട്ട 7 അംഗ കമ്മിറ്റിയാണ് സച്ചാർ കമ്മിറ്റി എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി PSC ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ ഫണ്ടമെന്റൽ റൈറ്റ്സിലെ ആർട്ടിക്കിൾ 17, അനുച്ഛേദം 17. മക്കളെ, പൊട്ടാസ് ചോദ്യമാണ്. തൊട്ടുകൂടായ്മ, അയിത്തം എന്നിവ നിരോധിക്കുന്നു. തൊട്ടുകൂടായ്മ, അയിത്തം എന്നിവ നിരോധിക്കുന്നത് അനുച്ഛേദം 17ആണ്. ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത് മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യം പാസാക്കിയ ഭരണഘടനയിലെ ഏക അനുച്ഛേദം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് ആർട്ടിക്കിൾ 17ആണ്. ഓക്കെ, അപ്പോൾ മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യം കൊണ്ട് നിലവിൽ വന്ന അനുച്ഛേദം ഏതാണെന്ന് ചോദിച്ചാൽ അനുച്ഛേദം 17. അനുച്ഛേദം 17 മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ ഭരണഘടനയിലെ ഏക അനുച്ഛേദം. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ ഒരു ചോദ്യം. ആദ്യമായിട്ട് കേൾക്കുന്ന പൊന്നുമക്കളെ നിങ്ങൾ എഴുതി വെച്ചു പഠിച്ചോ, ഒരു നഷ്ടവും ഇല്ല. ഓക്കെ, അയിത്തോച്ചാരണവുമായി ബന്ധപ്പെട്ട്
കുറ്റങ്ങൾക്ക് ശിക്ഷ നൽകുന്നത് സിവിൽ അവകാശ സംരക്ഷണ നിയമം 1955 അനുസരിച്ചാണ്. ദ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ് ആക്ട് 1915 പാർലമെന്റ് പാസാക്കിയ അൺടച്ചബിലിറ്റി ഒഫൻസ് ആക്ട് 1976 ഭേദഗതി ചെയ്യുകയും ദ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ് ആക്ട് എന്ന പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. അയിത്തം എന്ന പദം ഭരണഘടനയിലോ ഈ ആക്ടിലോ എവിടെയും നിർവചിച്ചിട്ടില്ല. അപ്പോൾ പ്രസ്താവനയിൽ ചോദിക്കുകയാണെങ്കിൽ മക്കളെ തെറ്റിക്കരുത്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നിലവിലെ തൊട്ടുകൂടായ്മ, അയിത്തം എന്നിവ നിരോധിക്കുന്ന അനുച്ഛേദം 17 ഈ പ്രസ്താവന ശരിയാണ്. അതേപോലെ തന്നെ മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ ഭരണഘടനയുടെ ഏക അനുച്ഛേദം ഈ പ്രസ്താവനയും നിലവിൽ ശരിയാണ്. അതേപോലെ അയിത്തോച്ചാരണവുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് ശിക്ഷ നൽകുന്ന സിവിൽ അവകാശ സംരക്ഷണ നിയമം 1955 അനുസരിച്ചാണ് ഇത്, അതും നിലവിൽ ശരിയാണ്. എന്നാൽ അയിത്തം എന്ന പദം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ പ്രസ്താവന എന്തല്ല, ശരിയല്ല. അപ്പോൾ അയിത്തോച്ചാടനം എന്ന് പറയുമ്പോൾ അയിത്തം എന്ന പദം ഭരണഘടനയിലോ അതേപോലെ തന്നെ ഈ ഒരു ആക്ടിലോ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. സെറ്റാണല്ലോ. ഓക്കെ, അടുത്തത് അനുച്ഛേദം 18 സ്ഥാനപ്പേരുകൾ നൽകുന്നത് നിർത്തലാക്കുന്നതിനുള്ള ഭരണഘടന അനുച്ഛേദം. ഓക്കെ, അപ്പോൾ സ്ഥാനപ്പേരുകൾ എന്തില്ല, നിലവിൽ നൽകുന്നത് നിർത്തലാക്കുന്ന ഭരണഘടന അനുച്ഛേദം ചോദിച്ചാൽ 18 അനുച്ഛേദം 18 ഒരു വ്യക്തിക്ക് സൈനികവും വിദ്യാഭ്യാസപരവും മികവിനൊഴികെയുള്ള യാതൊരു സ്ഥാനപ്പേരും നൽകുന്നതിൽ നിന്ന് രാഷ്ട്രത്തെ വിലക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് അനുച്ഛേദം 18 എന്നുള്ളത് കൂടി മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ഇനി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ 22 വരെയാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19(1) ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം ഉറപ്പു നൽകുന്ന 6 മൗലിക സ്വാതന്ത്ര്യങ്ങളാണ് ഈ പറയുന്ന 19 വരുന്നത്. അതിൻ്റെ 1 അഭിപ്രായ സ്വാതന്ത്ര്യം, അതായത് നിലവിലെ അഭിപ്രായം സ്വാതന്ത്ര്യവും പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നത്, അതായത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനെ കുറിച്ച് പറയുന്നതാണ് ഈ പറയുന്ന 19(1). 19(2) നോക്കുകയാണെങ്കിൽ എന്താണ് എന്ന് ചോദിച്ചാൽ സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം, ആയുധങ്ങൾ ഇല്ലാതെ സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം, അതായത് ഫ്രീഡം ടു അസംബിൾ പീസ്ഫുള്ളി ആൻഡ് വിതൗട്ട് ആംസ് എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് സംഘടനകൾ രൂപീകരിക്കാൻ, അതായത് അസോസിയേഷനുകളോ സംഘടനകളോ യൂണിയനുകളോ സഹകരണ സ്ഥാപനങ്ങളോ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഫ്രീഡം ടു ഫോം അസോസിയേഷൻ ഓർ യൂണിയൻസ്, കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി. ഇതൊക്കെയാണ് ഏത് പറയുന്നത് 19(c) എന്ന് പറയുന്നതിൻ്റെ അകത്ത് പറയുന്നത്. ഇനി 4 രാജ്യമെമ്പാടും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, അതായത് ഇന്ത്യയുടെ പ്രദേശത്ത് ഉടനീളം സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഫ്രീഡം ടു മൂവ് ഫ്രീലി ത്രൂ ഔട്ട് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ എന്നതാണ് ഇതിൽ പറയുന്നത്. അടുത്തത് താമസിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിലെ പ്രദേശത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് താമസിക്കുന്നതും സ്ഥിരമാക്കാവുന്നതുമായ സ്വാതന്ത്ര്യം, അതായത് ഫ്രീഡം ടു റിസൈഡ് ആൻഡ് സെറ്റിൽമെന്റ് ഇൻ എനി പാർട്ട് ഓഫ് ടെറിട്ടറി ഓഫ് ഇന്ത്യ. തൊഴിൽ വ്യാപാര സ്വാതന്ത്ര്യം, ഏതെങ്കിലും തൊഴിൽ ചെയ്യാനും അല്ലെങ്കിൽ ഏതെങ്കിലും വ്യാപാരത്തിലോ ബിസിനസ്സിലോ ഏർപ്പെടാനുള്ള സ്വാതന്ത്ര്യം, ഫ്രീഡം ടു പ്രാക്ടീസ് എനി പ്രൊഫഷൻ ഓർ ക്യാരി ഓൺ എനി ഓക്യുപ്പേഷൻ, ട്രേഡ് ഓർ ബിസിനസ് എന്നതിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അതായത് റദ്ദാക്കിയ സ്വാതന്ത്ര്യം തുടക്കത്തിൽ 7 സ്വാതന്ത്ര്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും സ്വത്ത് സമ്പാദിക്കാനും കൈവശം വയ്ക്കാനുമുള്ള സ്വാതന്ത്ര്യം നമുക്കറിയാം 78-ലെ 44-ാം ഭരണഘടനാ ഭേദഗതി വഴി നീക്കം ചെയ്യുകയും നിലവിൽ ആർട്ടിക്കിൾ 300A പ്രകാരം ഒരു നിയമപരമായ അവകാശമായി ഇന്ന് നിലനിൽക്കുകയും ചെയ്യുന്നു. ഈ സ്വാതന്ത്ര്യങ്ങൾ പരിപൂർണമല്ല. പൊതു താല്പര്യം, രാജ്യത്തിന്റെ പരമാധികാരം, അഖണ്ഡത, പൊതുക്രമസമാധാനം, ധാർമ്മികത, കോടതി അലക്ഷ്യം തുടങ്ങിയ കാരണങ്ങൾ മുൻനിർത്തി ഭരണഘടനയുടെ 19-ാം അനുച്ഛേദം ക്ലോസ് 2 മുതൽ ക്ലോസ് 6 വരെയുള്ള ഉപവകുപ്പുകൾ പ്രകാരം ഈ സ്വാതന്ത്ര്യങ്ങൾ ന്യായമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ സർക്കാരിന് അധികാരമുണ്ട് എന്നുള്ളത് കൂടി മക്കളെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അടുത്തത് പത്രസ്വാതന്ത്ര്യം പരോക്ഷമായി ഉൾക്കൊള്ളുന്ന ഭരണഘടനാ വകുപ്പ് 19A ആണ്. നമുക്കറിയാം 4th എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് എന്തെന്ന് പറയുന്നത്, യെസ്, പത്രമാധ്യമങ്ങൾ അറിയപ്പെടുന്നതാണ് 4th എസ്റ്റേറ്റ്. 4th എസ്റ്റേറ്റ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച ആരാന്ന് ചോദിച്ചാൽ എഡ്മണ്ട് ബുർക്കാണ്. ഓക്കെ, എഡ്മണ്ട് ബുർക്ക്. മക്കളെ 4th എസ്റ്റേറ്റ് എന്ന് പറയുന്നത് പത്രമാധ്യമങ്ങളാണ്. പത്രമാധ്യമങ്ങൾ എന്ന അതായത് 4th എസ്റ്റേറ്റ് എന്ന് പറയുന്ന ആ ഒരു പദം അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളെ 4th എസ്റ്റേറ്റ് എന്ന് പറയും. 4th എസ്റ്റേറ്റ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ആരാന്ന് ചോദിച്ചാൽ അത്
എഡ്മണ്ട് ബുർക്കാണ്. ആരാണ്? എഡ്മണ്ട് ബുർക്കാണ് എന്ത് ഫോർത്ത് എസ്റ്റേറ്റ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് എഡ്മണ്ട് ബുർക്കാണ്. അനുച്ഛേദം 19(1)(a) പ്രകാരം വിവരാവകാശം ഒരു മൗലികാവകാശമായി കണക്കാക്കപ്പെടുന്നു എന്നുള്ളതും ഓർക്കുക. ഓക്കെ, ഇനി നമുക്ക് ആ എസ്റ്റേറ്റുകളൊന്ന് നോക്കാം. ഫസ്റ്റ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന എന്താണെന്ന് ചോദിച്ചാൽ നിയമനിർമ്മാണ സഭയാണ്. മക്കളെ പറ്റുമെങ്കിൽ ഒന്ന് എഴുതി പഠിക്കുക എൻ്റെ കൂടെ തന്നെ. കാരണം നമുക്കിത് നിലവിൽ എന്താണ് നമ്മൾ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ അങ്ങ് എഴുതി പഠിച്ചു പോവുകയാണെങ്കിൽ അത് ഭയങ്കര സെറ്റായിരിക്കും. അപ്പം അതുകൊണ്ടാണ് ഫസ്റ്റ് എസ്റ്റേറ്റ് നിയമനിർമ്മാണ സഭയാണ്, അതായത് ലെജിസ്ലേച്ചർ. സെക്കൻഡ് എസ്റ്റേറ്റ് കാര്യനിർവഹണ വിഭാഗമാണ്. തേർഡ് എസ്റ്റേറ്റ് നീതിന്യായ വിഭാഗം ജുഡീഷ്യറി ആണ്. ഫോർത്ത് എസ്റ്റേറ്റ് പത്രമാധ്യമങ്ങളാണ്. ഫിഫ്ത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് പൊതുജന അഭിപ്രായമാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏതാണ്? നിയമനിർമ്മാണ സഭ അല്ലെങ്കിൽ ലെജിസ്ലേച്ചർ. സെക്കൻഡ് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് കാര്യനിർവഹണ വിഭാഗം അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ്. തേർഡ് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് നീതിന്യായ വിഭാഗം അല്ലെങ്കിൽ ജുഡീഷ്യറി. ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് പത്രമാധ്യമങ്ങൾ അല്ലെങ്കിൽ പ്രസ്സാണ്. ഫിഫ്ത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് പൊതുജന അഭിപ്രായം അല്ലെങ്കിൽ പബ്ലിക് ഒപ്പീനിയൻ. ഓക്കെ, അപ്പോൾ ഫിഫ്ത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്നതാണ് പബ്ലിക് ഒപ്പീനിയൻ അല്ലെങ്കിൽ പൊതുജനാഭിപ്രായം. ഫോർത്ത് എസ്റ്റേറ്റ് ചോദിച്ചിട്ടുണ്ട് പത്രമാധ്യമങ്ങൾ, പ്രസ്സാണ്. ഓക്കെ, ഇനി നമുക്ക് അനുച്ഛേദം 20. ഒരു കുറ്റവാളിക്ക് ലഭിക്കുന്ന 3 തരത്തിലുള്ള സംരക്ഷണത്തെയാണ് ഏതിൽ പറയുന്നത്? ആർട്ടിക്കിൾ 20 പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 20 പ്രകാരം എന്തൊക്കെയാണ് 3 തരത്തിലുള്ള സംരക്ഷണമെന്ന് നമുക്ക് നോക്കാം. ഒരു കുറ്റവാളിക്ക് ലഭിക്കുന്ന 3 തരത്തിലുള്ള സംരക്ഷണം. ഒന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ആർട്ടിക്കിൾ 20 പ്രകാരം അവർക്ക് കൊടുക്കുന്ന മുൻകാല പ്രാബല്യത്തിലൂടെയുള്ള നിയമങ്ങളിൽ നിന്നുള്ള സംരക്ഷണം, എക്സ്പോസ്റ്റ് ഫാക്ടോ ലോ എന്നാണ് അതിന് പറയുന്നത്. അതായത് ആർട്ടിക്കിൾ 20(1) പ്രകാരം ഈ സംരക്ഷണം ഉറപ്പാക്കുന്നത് ഒരു വ്യക്തി ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് നിലവിലുള്ള നിയമപ്രകാരം കുറ്റകരമല്ലാത്ത പക്ഷം പുതിയ നിയമം ഉണ്ടാക്കി ആ പ്രവൃത്തിയുടെ പേരിൽ പിന്നീട് അയാളെ ശിക്ഷിക്കാനായിട്ട് പാടില്ല എന്നാണ് പറയുന്നത് എക്സ്പോസ്റ്റ് ഫാക്ടോ ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു? ഒരു പ്രവൃത്തി ചെയ്യുന്നു. ആ സമയത്ത് അതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് 5 വർഷമായിരുന്നു. അതിനുശേഷം ഇത് ഭേദഗതി വരുത്തി, അതായത് ഈ ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ അനുച്ഛേദം ഭേദഗതി ചെയ്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിലവിൽ എന്ത് ചെയ്തു? ഈ ശിക്ഷ 10 വർഷമാക്കി. ഇയാൾക്ക് നിലവിൽ എന്താണ് 5 വർഷം മാത്രമാണ് എന്ത് ചെയ്യാൻ പാടുള്ളൂ? ആ ശിക്ഷ കൊടുക്കാനായിട്ട് പാടുള്ളൂ. അതായത് നിലവിൽ ആ പുള്ളി പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് ആ ശിക്ഷ 5 വർഷമാണെങ്കിൽ പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞ് അയാളെ ശിക്ഷിക്കപ്പെട്ടു തുടങ്ങിക്കഴിഞ്ഞാൽ അയാൾക്ക് ആ ശിക്ഷ തന്നെയാണ് ലഭിക്കത്തുള്ളൂ. പിന്നീട് അതിൽ ഭേദഗതി വന്നു കഴിഞ്ഞാലും ആ ശിക്ഷ അയാൾക്ക് ലഭിക്കില്ല എന്നാണ് പറയുന്നത് എക്സ്പോസ്റ്റ് ഫാക്ടോ ലോ കൊണ്ട്. അപ്പോൾ ഓർത്തു വെച്ചോ, അതാണ് എക്സ് പോസ്റ്റ് ഫാക്ട് ലോ. അടുത്തത് ഒരേ കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കുന്നതിൽ നിന്നുള്ള സംരക്ഷണം, അതായത് ഡബിൾ ജിയോപാഡി. ഓക്കെ, ആർട്ടിക്കിൾ 20(2) ഇത് സംബന്ധിച്ച വ്യവസ്ഥ. അതായത് ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ പ്രോസിക്യൂട്ട് ചെയ്യാനും ശിക്ഷിക്കാനും പാടില്ല. ഇതിനെയാണ് ഡബിൾ ജിയോപാഡി എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തിയെ ക്രിമിനൽ കോടതി ശിക്ഷിക്കുകയോ വിട്ടയക്കുകയോ ചെയ്താൽ അതേ കുറ്റത്തിന് വീണ്ടും ക്രിമിനൽ നടപടികൾക്ക് വിധേയമാക്കുന്നതിൽ നിന്ന് ഇത് സംരക്ഷണം നൽകുന്നു. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത് ഡബിൾ ജിയോപാഡി എന്നുള്ളത് ഓർക്കുക, ആർട്ടിക്കിൾ 20(2). ഓക്കെ, അടുത്തതാണ് മൂന്നാമത്തെ നിയമസംരക്ഷണം, സ്വയം കുറ്റസമ്മതം നടത്തുന്നതിൽ നിന്നുള്ള സംരക്ഷണം, അതായത് സെൽഫ് ഇൻക്രിമിനേഷൻ. അതായത് സ്വയം കുറ്റസമ്മതം നടത്തുന്നതിൽ നിന്നുള്ള സംരക്ഷണമാണ് ഇവിടെ പറയുന്നത്. ഒരു വ്യക്തി അയാൾക്കെതിരായി സാക്ഷി പറയാൻ നിർബന്ധിക്കാൻ പാടില്ല. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത് ടെസ്റ്റിമോണിയൽ കമ്പൾഷൻ സംരക്ഷണം എന്ന് പറയുന്നത്. ഓക്കെ, ഈ സംരക്ഷണം ക്രിമിനൽ കേസുകളിൽ മാത്രം ബാധകമാണ്. കൂടാതെ വിരലടയാളം എടുക്കുന്നതിനോ രക്തസാമ്പിളുകൾ നൽകുന്നതിനോ ബാധകമല്ല എന്നുള്ളത് കൂടി ഉറപ്പാക്കി വെക്കുക. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാം ആർട്ടിക്കിൾ 21. ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെയാണ് ആർട്ടിക്കിൾ 21 പറയുന്നത്. ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 21. മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 21. ഭരണഘടനയിലെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന അനുച്ഛേദം, അതായത് നിലവിൽ എന്താണ് ഗോൾഡൻ ട്രിയാങ്കിൾ എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചേ. ഗോൾഡൻ ട്രിയാങ്കിൾ എന്നറിയപ്പെടുന്ന
ഭരണഘടനയിലെ അനുച്ഛേദങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 21 എന്നുള്ളത് ഓർക്കുക. ഇതിങ്ങനെ തന്നെ ഒത്തിരി തവണ PSC ചോദിച്ചേക്കുന്നതുമാണ്. ഭരണഘടനയിലെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്നത് 14, 19, 21. പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നത് കേരള ഹൈക്കോടതി നിരോധിച്ചത് ഭരണഘടനയുടെ 21 അനുച്ഛേദം അനുസരിച്ചാണ്. ഓക്കെ, പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നത് കേരള ഹൈക്കോടതി നിരോധിച്ചത് 21 അനുച്ഛേദം. ഇന്ത്യയിലെ ഒരു പൗരന് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കാനുള്ള അധികാരം. അപ്പോൾ സ്വന്തമായിട്ട് ജീവിത പങ്കാളിയെ നമുക്ക് തെരഞ്ഞെടുക്കാൻ ഏത് ആർട്ടിക്കിൾ പ്രയോജനപ്പെടും? ആർട്ടിക്കിൾ 21. സ്വകാര്യതയ്ക്കുള്ള അവകാശം മൗലിക അവകാശത്തിൽ പെടുന്നു. സ്വകാര്യതയ്ക്കുള്ള അവകാശം ഉൾക്കൊള്ളുന്ന അനുച്ഛേദം 21 എന്നുള്ളത് ഓർക്കുക. അതേപോലെ തന്നെ സ്വകാര്യതയ്ക്കുള്ള അവകാശം മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ച കേസ് പുട്ടസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2017 എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ സ്വകാര്യതയ്ക്കുള്ള അവകാശം മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് കേസിലാണെന്ന് ചോദിച്ചാൽ മക്കളെ ചോദിച്ചേക്കണ ചോദ്യമാണ്, ഓർത്തു വെച്ചോ. KS പുട്ടസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്ത ഭരണഘടനാ അനുച്ഛേദം 21 ജീവിക്കുവാനുള്ള അവകാശത്തിൽ മലിനമാക്കപ്പെടാത്ത ജലം, അതേപോലെ തന്നെ വായു എന്നിവ അനുഭവിക്കാനുള്ള അവകാശം വരുമെന്ന് പ്രസ്താവിച്ച കേസ് ഏതാണെന്ന് ചോദിച്ചാൽ സുഭാഷ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ കേസ് 1991. അപ്പോൾ ഭരണഘടനാ അനുച്ഛേദം 21 ജീവിക്കുവാനുള്ള അവകാശത്തിൽ മലിനമാക്കപ്പെടാത്ത ജലം, വായു എന്നിവ അനുഭവിക്കാനുള്ള അവകാശവും വരും എന്ന് പ്രസ്താവിച്ചതാണ് സുഭാഷ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ കേസ്. ഓർത്തു വയ്ക്കുക, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ കേസുകളൊക്കെ ഉറപ്പായിട്ടും ഒന്ന് നോക്കി വെച്ചോ, നമുക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. ഓക്കെ, അനുച്ഛേദം 21 ഭാഗമാണെന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ച ബാക്കി അവകാശങ്ങൾ നമുക്കൊന്ന് നോക്കാം. മാനുഷികമായ അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം, മാനുഷികമായ അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം, മലിനരഹിതമായ ജലം, അപകടകരമായ വ്യവസായശാലകളിൽ നിന്നുള്ള സംരക്ഷണം എന്നിവ ഉൾപ്പെട്ട അന്തസ്സായ ജീവിത പരിസ്ഥിതിക്കുള്ള അവകാശം, ഉപജീവനത്തിനുള്ള അവകാശം, സ്വകാര്യതയ്ക്കുള്ള അവകാശം, താമസ സൗകര്യത്തിനുള്ള അവകാശം, ആരോഗ്യത്തിനുള്ള അവകാശം, വിദേശത്ത് സഞ്ചരിക്കുന്നതിനുള്ള അവകാശം, ഏകാന്ത തടവിനെ എതിരായിട്ടുള്ള അവകാശം, മനുഷ്യരഹിതമായ പെരുമാറ്റത്തിനെതിരെയുള്ള അവകാശം, തടവിൽ പാർപ്പിച്ച് തൊഴിലെടുപ്പിക്കുന്നതിനെതിരെയുള്ള അവകാശം, അടിയന്തര വൈദ്യപരിചരണത്തിനെതിരെ അവകാശം, അതേപോലെ പൊതുസ്ഥലങ്ങളിൽ തൂക്കിലേറ്റപ്പെടുന്നതിനെതിരായ അവകാശം, പ്രശസ്തി നേടുന്നതിനുള്ള അവകാശം, ഇന്റർനെറ്റ് ലഭ്യതയ്ക്കുള്ള അവകാശം. അപ്പോൾ ഇതൊക്കെ എന്താണ്? ആർട്ടിക്കിൾ 21 ബന്ധപ്പെട്ട് സുപ്രീം കോടതി പ്രസ്താവിച്ച അവകാശങ്ങളാണ് എന്നുള്ളത് കൂടി മക്കളെ ഒന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഓർത്തു വെച്ചോ, ഉറപ്പായും നമുക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. ഇത്രയും പറയുന്ന അവകാശങ്ങൾ എന്നുള്ളത് ഒന്ന് ഓർത്ത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് വായിച്ചെങ്കിലും വച്ചേക്കുക. ഓക്കെ, ഇനി പൗരന്മാരുടെ മൗലിക അവകാശങ്ങളുടെ മേൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്താനുമുള്ള അധികാരം ഉള്ളത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് പാർലമെന്റിനാണ് ഉള്ളത്, ഓർത്തു വയ്ക്കുക. ദേശീയ അടിയന്തരാവസ്ഥ കാലഘട്ടങ്ങളിൽ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി സമീപിക്കുന്ന അവകാശം റദ്ദു ചെയ്യുന്നതിനുള്ള രാഷ്ട്രപതിക്കുള്ള അനുച്ഛേദം ഏതാണെന്ന് ചോദിച്ചാൽ അത് 359 ആണ്. അപ്പോൾ ദേശീയ അടിയന്തരാവസ്ഥ കാലഘട്ടങ്ങളിൽ മൗലികാവകാശങ്ങൾ സംരക്ഷണത്തിനായി കോടതിയെ സമീപിക്കുവാനുള്ള അവകാശം റദ്ദു ചെയ്യുന്നതിനുള്ള രാഷ്ട്രപതിക്ക് നൽകുന്ന അനുച്ഛേദം 359. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ പോലും റദ്ദു ചെയ്യാൻ കഴിയാത്ത അവകാശങ്ങൾ ചോദിച്ചാൽ മക്കളെ ഇത് ഒത്തിരി തവണ ചോദിച്ചാണ് 20ഉം 21ഉമാണ്. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ പോലും റദ്ദു ചെയ്യാൻ കഴിയാത്ത മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മക്കളെ നിസ്സംശയം നമുക്ക് പറയാം 20ഉം 21ഉമാണ്. ഇനി വൈദേശിക കടന്നുകയറ്റമോ യുദ്ധമോ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ ഉടൻ രാഷ്ട്രപതിയെ ഇടപെടാൻ ഇല്ലാതെ തന്നെ 358 പ്രകാരം സ്വാഭാവികമായി റദ്ദാക്കുന്ന മൗലിക അവകാശമാണ് അനുച്ഛേദം 19. അതായത് 6 തരത്തിലുള്ള ആ ഒരു സ്വാതന്ത്ര്യം അപ്പോൾ തന്നെ എന്ത് ചെയ്യും, നമ്മുടെ കട്ടാവുന്നതാണ്. അതായത് വൈദേശിക കടന്നുകയറ്റമോ യുദ്ധമോ ഉണ്ടാവുന്ന സന്ദർഭങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ ഉടൻ രാഷ്ട്രപതി ഇടപെടാതിരില്ലാതെ തന്നെ എന്ത് ചെയ്യും, 358 പ്രകാരം
സ്വാഭാവികമായി റദ്ദാകുന്ന മൗലിക അവകാശമാണ് 19. ഇനി റദ്ദാവില്ലാത്ത അനുച്ഛേദം ചോദിച്ചു കഴിഞ്ഞാൽ 20ഉം 21 ഓർത്തു വയ്ക്കുക. ഓക്കെ, ആർട്ടിക്കിൾ 21A 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യമായി വിദ്യാഭ്യാസം നൽകുന്ന ഭരണഘടന വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ 21A ആണ്. ഇത് ഏത് ഭരണഘടനാ ഭേദഗതി വഴിയാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ 86 ഭേദഗതി 2002 ആണ്. 93 ഭേദഗതി ബില്ലാണ് എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. അപ്പോൾ 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി 86 ഭേദഗതി 2002, 86 2002, 93 ഭേദഗതി ബില്ലാണ് എന്നുള്ളത് കൂടി ഓർക്കുക. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദം 21A. ഈ സമയത്ത് ആരായിരുന്നു പ്രധാനമന്ത്രി? AB വാജ്പേയി ആണ്. ഓക്കെ, അപ്പോൾ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയപ്പോൾ ആരായിരുന്നു പ്രധാനമന്ത്രി? AB വാജ്പേയി. ആരായിരുന്നു പ്രസിഡന്റ്? APJ അബ്ദുൽ കലാം. വിദ്യാഭ്യാസ അവകാശ നിയമം ആർട്ടിക്കിൾ 21A ചുവട് വച്ച് പാർലമെന്റ് പാസാക്കിയ നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം എന്ന് പറയുന്നത്. വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസാക്കിയത് 2009 ഓഗസ്റ്റ് 26 വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്ന് 2010 ഏപ്രിൽ 1 പ്രസിഡന്റ് ഒപ്പുവെച്ചതാണ് 2019 ജനുവരി 10. ഓക്കെ, അപ്പോൾ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1 കേട്ടോ. നമ്മൾ ആദ്യം പറഞ്ഞത് 2010 ഏപ്രിൽ 10 10 ഏപ്രിൽ 1 വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1 എന്നുള്ളത് ഓർക്കുക. ചൂഷണത്തിനെതിരായ അവകാശം 23 മുതൽ 24 വരെയാണ് പറയുന്നത്. മനുഷ്യക്കടത്ത്, അടിമത്തം എന്നിവയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 23. 24 നമ്മൾ പറഞ്ഞു ബാലവേല നിരോധനവുമായി ബന്ധപ്പെട്ടാണ് ആർട്ടിക്കിൾ 24. അതായത് 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഏതെങ്കിലും വ്യവസായശാലകളിലോ അതേപോലെ തന്നെ ഖനിയിലോ അപായ സാധ്യതയുള്ള മറ്റേതെങ്കിലും ഇടങ്ങളിലോ തൊഴിലെടുപ്പിച്ചു കഴിഞ്ഞാൽ അത് നിരോധിച്ചുകൊണ്ടുള്ള ആർട്ടിക്കിൾ ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് ആർട്ടിക്കിൾ 24 മക്കളെ എഴുതുക, ശ്രദ്ധിക്കണം, തെറ്റിപ്പോകരുത്. 23 അടിമത്തം അതേപോലെ തന്നെ മനുഷ്യക്കടത്ത്, 24 ബാലവേല നിരോധനമാണ്. റഗ്മാർക്ക് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആരാന്ന് ചോദിച്ചാൽ അതാണ് കൈലാഷ് സത്യാർത്ഥി. റഗ്മാർക്ക് ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുഡ് വീവ് എന്ന പേരിലാണ്. അപ്പോൾ ആദ്യകാലത്ത് റെഡ്മാർക്ക് എന്ന പേരിൽ അറിയപ്പെട്ടു റഗ്മാർക്ക്, പിന്നീട് അത് എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഗുഡ് വീവ് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ബാലവേല വിരുദ്ധ ദിനം എന്നാണെന്ന് ചോദിച്ചാൽ അത് ജൂൺ 12. ഓക്കെ, ബാലവേല വിരുദ്ധ ദിനം ജൂൺ 12. ഇനി നമുക്ക് കൈലാഷ് സത്യാർത്ഥി. നമുക്കറിയാം 2014 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരൻ ആരാന്ന് ചോദിച്ചാൽ അത് കൈലാഷ് സത്യാർത്ഥിയാണ്. അപ്പോൾ കൈലാഷ് സത്യാർത്ഥി 2014 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? കൈലാഷ് സത്യാർത്ഥിയാണ് 2014 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരൻ. ബാലവേലക്കെതിരെ പ്രവർത്തിക്കുന്ന കൈലാഷ് സത്യാർത്ഥിയുടെ സംഘടനയായിരുന്നു ബച്പൻ ബച്ചാവോ ആന്തോളൻ. കുട്ടികൾക്കെതിരെ ലൈംഗിക കുറ്റകൃത്യങ്ങളും അതേപോലെ തന്നെ ബാലവേലയ്ക്കുമെതിരെ പെട്ടെന്ന് തന്നെ നിയമ നടപടികൾ കൈക്കൊള്ളുന്നതിന് വേണ്ടി 2017 സെപ്റ്റംബർ 11 മുതൽ ഒക്ടോബർ 16 വരെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഇന്ത്യ മുഴുവൻ റോഡ് മാർഗം ഭാരതയാത്ര നടത്തിയത് കൈലാഷ് സത്യാർത്ഥി. കൈലാഷ് സത്യാർത്ഥി ചിൽഡ്രൻസ് ഫൗണ്ടേഷൻ എന്ന സംഘടന ഭാരതയാത്ര നടത്തിയത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൈലാഷ് സത്യാർത്ഥിയാണ്. അപ്പോൾ കൈലാഷ് സത്യാർത്ഥി ചിൽഡ്രൻ ഫൗണ്ടേഷൻ എന്ന സംഘടനയും കൂടിയാണ് ഭാരതയാത്ര നടത്തിയത്. 2017 സെപ്റ്റംബർ 11 ഇത് നടത്തിയത് എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. ഇനി പ്രധാനപ്പെട്ട തൊഴിൽ നിയമങ്ങൾ നമുക്കൊന്ന് നോക്കാം. മിനിമം വേജ് ആക്ട് എന്നാണ് നിലവിൽ വന്നത്? 1948 മിനിമം വേജ് ആക്ട്. ഫാക്ടറി ആക്ട് 1948. പ്ലാന്റേഷൻ ലേബർ ആക്ട് നിലവിൽ വന്നത് 1951. മൈൻസ് ആക്ട് 1952. മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ആക്ട് 1961. അപ്രന്റീസ് ആക്ട് 61. ബീഡി ആൻഡ് സിഗാർ വർക്കേഴ്സ് 1966. കോൺട്രാക്ട് ലേബർ ആക്ട് 1970. ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട് 1976. ചൈൽഡ് ലേബർ ആക്ട് 1966. മക്കളെ ഇതിൻ്റെ അകത്ത് ചൈൽഡ് ലേബർ ആക്ട് 1966 ഒന്ന് ഓർത്തു വയ്ക്കുക. അതേപോലെ തന്നെ ഫാക്ടറി ആക്ട് 1948 ഒന്ന് ഓർത്തു വയ്ക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ബാക്കിയൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും, അല്ലെങ്കിൽ അത്രയ്ക്ക് പ്രാധാന്യമൊന്നുമില്ല, ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ,
മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് 25 മുതൽ 28 വരെ പറയുന്നത്. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതും അത് ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 25 പറയുന്നത്. തീർച്ചയായിട്ടും ഓർത്തു വയ്ക്കുക, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും അതേപോലെ തന്നെ അത് ആചരിക്കുന്നതിനുമുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 25. മതവിശ്വാസികൾക്ക് മതാചാരത്തിന്റെ ഭാഗമായി കൃപാണുകൾ, അതായത് ഒരു തരം കത്തിയാണ്, സിഖ് മതക്കാരാണ് ഇത് കൊണ്ടുപോയി നടക്കുന്നത്. അപ്പോൾ ഇത് ധരിക്കുന്നതിനുള്ള അവകാശം അല്ലെങ്കിൽ അധികാരം കൊടുത്തത് 25 ആർട്ടിക്കിൾ പ്രകാരമാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ മതവിശ്വാസികൾക്ക് മതാചാരത്തിന്റെ ഭാഗമായി കൃപാണുക്കൾ, ഒരു തരം കത്തി ധരിക്കുന്നതിനുള്ള അധികാരമാണ് പറയുന്നത്. അത് 25 അനുച്ഛേദ പ്രകാരമാണ് കിട്ടിയത്. ആർട്ടിക്കിൾ 26 മതവിഭാഗങ്ങൾക്ക് മത ജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നോക്കി നടത്തുന്നതിനുമുള്ള അവകാശത്തെയാണ് 26. 27 ഏതെങ്കിലും പ്രത്യേക മതത്തിന്റെ പ്രോത്സാഹനത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പാടില്ല, നിലവില് അതായത് ഏതെങ്കിലും മതത്തിന്റെ പ്രോത്സാഹനത്തിന് വേണ്ടി നികുതികൾ കൊടുക്കാൻ നിർബന്ധിക്കുന്നതിനെതിരായിട്ടുള്ള അവകാശമാണ് 27. 28 ഗവൺമെന്റ് നടത്തുന്നതോ ഗവൺമെന്റിന്റെ സഹായം സ്വീകരിക്കുന്നതോ ആയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം നടത്താനോ മതാചാരങ്ങൾ നിർബന്ധമാക്കാനോ പാടില്ല. ഇഷ്ടമുള്ളവർ മാത്രം എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. ധാരാളം മതങ്ങളുള്ള ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തെ ഗവൺമെന്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്തിൽ അധിഷ്ഠിതമായതല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ്. ഇത് ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളാണ്. ഓർത്തുവച്ചോ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശം 29 മുതൽ 30 വരെ. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലിക അവകാശമാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശം. 29 to 30. 29 ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു. ന്യൂനപക്ഷങ്ങൾക്ക് ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ, ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണം പൂർണ്ണമായും സ്റ്റേറ്റിന്റെ കീഴിലോ സ്റ്റേറ്റിന്റെ ധനസഹായത്തോടു കൂടിയോ നടത്തപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതത്തിന്റെ, വർഗത്തിന്റെയോ ജാതിയുടെയോ ഭാഷയുടെയോ അടിസ്ഥാനത്തിൽ ഒരു ഇന്ത്യൻ പൗരനും അഡ്മിഷൻ നിഷേധിക്കാൻ പാടില്ല. ഓക്കെ. ആർട്ടിക്കിൾ 30 ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശത്തെക്കുറിച്ചാണ് ഏതിൽ പറയുന്നത്, അനുച്ഛേദം 30 പറയുന്നത്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം. അടുത്തത് ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 32. ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നു. ഒരു വ്യക്തിക്ക് തൻ്റെ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതിയെ നേരിട്ട് സമീപിക്കുന്നതിനുള്ള അവകാശം നൽകുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 32. ഈ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അതും ഇത് തന്നെയാണ്. ഭരണഘടനാ പരിഹാരം കാണാനുള്ള അവകാശം എന്നാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നിങ്ങനെ അംബേദ്കർ വിശേഷിപ്പിച്ചത്. അത് 32 അനുച്ഛേദത്തെയാണ്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് താക്കൂർദാസ് വിശേഷിപ്പിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ അത് ആമുഖത്തെയാണ്. അപ്പോൾ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ആമുഖത്തെ, അത് താക്കൂർദാസ് ഭാർഗവും. എന്നാൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് എന്തിനെ വിശേഷിപ്പിച്ചു, ആർട്ടിക്കിൾ 32 വിശേഷിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ BR അംബേദ്കർ. അനുച്ഛേദം 33 രാജ്യത്തെ സുരക്ഷാംഗങ്ങളുടെ മൗലിക അവകാശങ്ങൾ നിയന്ത്രിക്കുന്നതിനും പാർലമെന്റ് അധികാരപ്പെടുത്തുന്നു. 34 ഏതെങ്കിലും പ്രദേശത്ത് പട്ടാള നിയമം പ്രാബല്യത്തിലായിരിക്കുമ്പോൾ മൗലിക അവകാശങ്ങൾക്ക് മേലുള്ള നിയന്ത്രണം ഏർപ്പെടുത്തൽ. അപ്പോൾ ഏതെങ്കിലും പ്രദേശത്ത് പട്ടാള നിയമം പ്രാബല്യത്തിലായിരിക്കുമ്പോൾ മൗലിക അവകാശങ്ങൾക്ക് മേലുള്ള നിയന്ത്രണം ഏർപ്പെടുത്തലാണ് അനുച്ഛേദം 34. അനുച്ഛേദം 35 ചില നിശ്ചിത മൗലിക അവകാശങ്ങൾ പ്രാബല്യത്തിൽ വരുത്തുന്നതിനുള്ള നിയമനിർമ്മാണ അധികാരം പാർലമെന്റിന് മാത്രം, സംസ്ഥാന നിയമസഭകൾക്കില്ല എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 35. ഇനി തൊട്ടുകൂടായ്മ, മനുഷ്യക്കടത്ത് തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ നൽകേണ്ട ശിക്ഷ സംബന്ധിച്ച് നിയമനിർമ്മാണം. ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭ്യമാകുന്ന മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മക്കളെ ശ്രദ്ധിക്കുക. ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭ്യമാകുന്ന മൗലിക അവകാശങ്ങളാണ് ആർട്ടിക്കിൾ 15, ആർട്ടിക്കിൾ 16, ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 29, ആർട്ടിക്കിൾ 30. ഇന്ത്യൻ പൗരന്മാർക്കും വിദേശ പൗരന്മാർക്കും ഒരേപോലെ ലഭ്യമാകുന്ന മൗലിക അവകാശം
14, 20, 21A, 22, 23, 24, 25, 26, 27, 28. ഓക്കെ, ഇനി ഭരണഘടനാപരമായ അവകാശങ്ങളും നിയമാവകാശങ്ങളും കുറച്ച് നമുക്ക് നോക്കാം. അനുച്ഛേദം 265 നിയമത്തിന്റെ അധികാരം മുഖേനയല്ലാതെ നികുതികൾ ചുമത്താൻ പാടില്ല. 300A നിയമം അധികാരപ്പെടുത്തിയാലല്ലാതെ വ്യക്തികളുടെ സ്വത്തവകാശം എടുത്തുകളയാൻ പാടില്ല. അനുച്ഛേദം 301 വ്യാപാരത്തിനും വാണിജ്യത്തിനും പരസ്പര സമ്പർക്കത്തിനുമുള്ള സ്വാതന്ത്ര്യം. അനുച്ഛേദം 326 പ്രായപൂർത്തി, വോട്ടവകാശം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് ഫുൾ കംപ്ലീറ്റഡ് ആണ് വിത്ത് SCERT ഉൾപ്പെടെ. മക്കളെ, ഒരു സംശയവും കൂടാതെ തന്നെ നിങ്ങൾക്ക് ഇത് പഠിച്ച് കംപ്ലീറ്റ് ആക്കാം. വരുന്ന എല്ലാ എക്സാമുകൾക്കും നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ക്ലാസ് കണ്ടു കഴിഞ്ഞ് PDF നോട്ട് വായിച്ചതിന് ശേഷം ടെലഗ്രാമിൽ റിവിഷൻ ക്വസ്റ്റ്യൻ ബോൾ 2021-25 വരെ ഉള്ളതും ഈ ഭാഗത്ത് നിന്നുള്ളതും കൂടിയുള്ള ക്വസ്റ്റ്യൻ ബോൾ ഉണ്ടാകും. അതിൽ കൂടി മക്കളെ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. 2026 വരുന്ന എല്ലാ എക്സാമുകളിലും ആദ്യ റാങ്കുകളിൽ നമ്മൾ തന്നെ ആയിരിക്കും. അതിന് നിങ്ങളുടെ കൂടെ കട്ട സപ്പോർട്ടുമായിട്ട് ഞാനും ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ഓക്കെ ആണ്, നിങ്ങൾ സെറ്റായി, നിങ്ങൾ പഠിക്കണം. ഉറപ്പായും നിങ്ങളുടെ കൂടെ നമ്മളുണ്ട്. മറ്റൊന്നും ആലോചിക്കേണ്ട, പഠിക്കുക, റിവിഷൻ ചെയ്യുക, എക്സാംസുകൾ എഴുതുക. കൃത്യമായി ഞാൻ പറയുന്ന പോലെ ഇങ്ങനെ പഠിച്ചു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.